കൃപാസനം മരിയൻ ഉടമ്പടി ധ്യാനത്തിലേക്ക് നമ്മൾ ഭക്തിപൂർവ്വം പ്രവേശിക്കുകയാണ്. ഈശോയോട് നമുക്ക് ഹൃദയത്തിൽ നന്ദി പറയാം. ദൈവപിതാവിനാൽ ആകർഷിക്കപ്പെട്ട് പരിശുദ്ധ ദൈവമാതാവ് ജീവനോടെ പ്രത്യക്ഷയായ ഈ ആലയത്തിൽ ഈ സമയം നമ്മളെ ഒരുമിച്ച് കൂട്ടിയ ദൈവപിതാവിൻ്റെ സ്നേഹത്തിന് നമുക്ക് ഹൃദയത്തിൽ നന്ദി പറയാം. 2004 ഡിസംബർ 7-ാം തീയതി ഉച്ചകഴിഞ്ഞ് 2:30 ഇതുപോലൊരു ആരാധന മധ്യയാണ് ദൈവമാതാവ് സമയഘടികാരം നെഞ്ചിൽ ചാർത്തി ഈ അൾത്താരയിൽ പ്രത്യക്ഷയായിക്കൊണ്ട് ദുരന്തം ഉണ്ടാകുവാൻ പോകുന്നു, പ്രാർത്ഥിക്കണമെന്ന വലിയ ദൈവിക സന്ദേശം കൈമാറിയത്. ജീവിതത്തിൻ്റെ വിവിധ ദുരന്ത മുഖങ്ങളിലായിരുന്നു കൊണ്ടാണ് നമ്മളും ഈ പരിശുദ്ധ ദൈവമാതാവ് ജീവനോടെ പ്രത്യക്ഷപ്പെട്ട ഈ ആലയത്തിൽ വന്ന് മരിയൻ ഉടമ്പടിയെടുത്ത് നമ്മുടെ തന്നെ ജീവിത വിശുദ്ധീകരണം നടത്തി പാപങ്ങൾ വെറുത്തുപേക്ഷിച്ച് ദൈവകൃപയെ നോക്കിപ്പാർത്ത് ദുരന്തമുഖങ്ങളെ അഭിമുഖീകരിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മൾ എടുത്ത ഉടമ്പടി ദിനത്തെ നമുക്ക് പ്രത്യേകമായിട്ട് ഓർമ്മയിൽ കൊണ്ടുവരാം. എന്തുമാത്രം തീക്ഷ്ണതയോടും കൂടി വിഷമത്തോടും കൂടിയാണ് ഈ ഒരു ആലയത്തിലേക്ക് അന്ന് കടന്നു വന്ന് മരിയൻ ഉടമ്പടിയെടുത്ത് പ്രാർത്ഥനകൾ തുടങ്ങിയത്, പ്രേക്ഷിത പ്രവർത്തനങ്ങൾ തുടങ്ങിയത്. അതേ തീക്ഷ്ണതയോടെ വിശ്വസ്തയോടെ ഈശോയെ ഉടമ്പടി നിബന്ധനകൾ പാലിക്കുവാനുള്ള അധിക കൃപ ഈ ആരാധനയിലൂടെ ഞങ്ങൾക്ക് ഓരോരുത്തർക്കും നൽകണമേ എന്ന് നമുക്ക് മൗനമായിട്ട് പ്രാർത്ഥിക്കാം. ഈ ധ്യാനം നയിക്കുവാൻ പോകുന്ന കൃപാസനത്തിൻ്റെ സ്ഥാപക ഡയറക്ടറായ ബഹുമാനപ്പെട്ട VP ജോസഫ് അച്ഛനെ ദൈവപിതാവിൻ്റെ കരങ്ങളിൽ സമർപ്പിച്ച് നമുക്കൊരു നിമിഷം മൗനമായിട്ട് പ്രാർത്ഥിക്കാം. അച്ഛൻ്റെ ആരോഗ്യത്തെ പ്രത്യേകമായിട്ട് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ഏറ്റെടുത്തിരിക്കുന്ന എല്ലാ ദൗത്യങ്ങളുടെയും വിജയത്തിനായി പ്രത്യേകമായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ഈശോയെ ആരാധനയിലുടനീളം ജോസഫ് അച്ഛനിലൂടെ ഞങ്ങളോട് നീ സംസാരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ഉടമ്പടി ജീവിതത്തിൽ വന്നു പോയിട്ടുള്ള പാകപ്പിഴകളെ പരിഹരിക്കുവാൻ ഈശോയെ വചനത്തിലൂടെ നീ ഞങ്ങളോട് സംസാരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈശോയെ വലിയ ആത്മജ്ഞാനം നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. വചനം സ്വീകരിക്കുവാൻ ഞങ്ങളുടെ ഹൃദയങ്ങളെ ഒരുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അത് കേൾക്കുന്ന ഞങ്ങളുടെ ആന്തരിക കർണപുടങ്ങളെ പ്രത്യേകമായിട്ട് അഭിഷേകം ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കും.
സാമൂഹിക സാംസ്കാരിക മേഖലകളെ പ്രത്യേകമായിട്ട് കർത്താരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. എല്ലാ നിർമ്മാണ പ്രവർത്തനങ്ങളെ സമർപ്പിച്ച് സമയബന്ധിതമായി എല്ലാം പൂർത്തീകരിക്കുവാനുള്ള വലിയ കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, മഹത്വം, മഹത്വം, ആരാധന, ആരാധന, ഹല്ലേലൂയ, 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 മഹത്വം, മഹത്വം, ആരാധന, ആരാധന, ഹല്ലേലൂയ. ദൈവസ്നേഹത്തോട് ചേർന്ന് പാടാം. തീരും കൈകളിലേക്കിടും
വഴി കാട്ടണമേ. നീർവഴി പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. അമ്മേ പരിശുദ്ധമ്മേ, അമ്മേ പരിശുദ്ധമ്മേ, ദൈവമാതാവേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ നന്ദി പറയുന്നു. സ്തുതിച്ചു പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നാളിതുവരെ ഞങ്ങൾക്ക് ലഭിച്ച എല്ലാ കൃപകൾക്കും അനുഗ്രഹങ്ങൾക്കും നന്ദി പറയുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. മഹത്വം, മഹത്വം. ദൈവമേ നന്ദി, ദൈവമേ മഹത്വം, ദൈവമേ ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. അമ്മേ പരിശുദ്ധമ്മേ, അമ്മേ പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7-ാം തീയതി 2004 ഡിസംബർ 7-ാം തീയതി ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന
നിർദ്ദേശിക്കുന്ന പഠനരേഖകളുടെ മേൽ പഠനരേഖകളുടെ മേൽ വസ്തുനിഷ്ഠവും ദൈവശാസ്ത്ര വിധി പ്രകാരമുള്ളതുമായ അന്വേഷണ പഠനങ്ങൾ നടത്തി ആ പ്രത്യക്ഷപ്പെടലിലൂടെ പ്രകടമായ ദൈവമാതാവിന്റെ പ്രത്യേക കരുതലും സംരക്ഷണവും വെളിപ്പെടുത്തുന്ന പീഡിതരുടെ ആശ്വാസവും പ്രവാചകന്മാരുടെ രാജ്ഞിയും വാഗ്ദാനത്തിന്റെ പേടകവും പ്രപഞ്ച പ്രകൃതിയുടെ മാതാവുമായ പരിശുദ്ധ അമ്മയുടെ ഭക്തി തിരുസഭയിൽ കൂടുതൽ പ്രചരിച്ച് ജീവിതത്തിന്റെ ദുരിത ദുരന്ത അവസ്ഥകളിൽ അകപ്പെട്ട് കഴിയുന്ന അനേകായിരം മക്കൾക്ക് ദൈവത്തിന്റെ സാന്നിധ്യവും സന്ധിപ്പും കൂടുതൽ അനുഭവിക്കുക വഴി ആത്മീയ വിശുദ്ധിയും ദൈവശക്തിയും കൈവരിക്കുവാൻ ഞങ്ങളുടെ കുടുംബങ്ങളെ ഇടയാക്കണമേ. സ്തുതിച്ച് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. സ്വയം മരിയൻ ഉടമ്പടി എടുത്ത് പ്രാർത്ഥിക്കുന്ന ഞങ്ങളുടെ കുടുംബങ്ങളെ വിശുദ്ധീകരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു, ശക്തീകരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു, ആത്മാവാൽ വഴി നടത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു, സാക്ഷികളാക്കി ഉയർത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ. മഹത്വം മഹത്വം. ആരാധന ആരാധന. പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. അമ്മേ പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധ അമ്മേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങയ്ക്ക് ഭൗമ സംരക്ഷണത്തിനായി പ്രപഞ്ച പ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധ അമ്മേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനകളോടും ചേർത്ത് ഞങ്ങൾ ഇപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ സമൂഹത്തിന്റെ പ്രത്യേക നിയോഗങ്ങളും മൗനമായിട്ട് നമ്മുടെ വ്യക്തിപരമായിട്ടുള്ള പ്രാർത്ഥനാ വിഷയങ്ങൾ കൃപാസനത്തിൽ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട ദൈവമാതാവിൻ്റെ മധ്യസ്ഥയിൽ ദിവ്യകാരുണ്യ സന്നിധിയിൽ സമർപ്പിച്ച് നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. സ്തുതിച്ച് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. മഹത്വം മഹത്വം. ആരാധന ആരാധന. മരിയൻ ഉടമ്പടി എടുത്തിരിക്കുന്ന ഞങ്ങൾ എല്ലാവരെയും ദൈവമാതാവിന്റെ പ്രത്യക്ഷീകരണത്തിന്റെ സ്ഥിരം സാക്ഷികളാക്കി ഉയർത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. മഹത്വം മഹത്വം. ആരാധന ആരാധന. ഹല്ലേലൂയ ഹല്ലേലൂയ.
വിശ്വസിക്കാത്ത പ്രവൃത്തിയും ദൈവം ചെയ്യാൻ പോകുന്നു. വിശ്വസിക്കാത്ത പ്രവൃത്തിയൊന്ന് ദൈവം ചെയ്യാൻ പോകുന്നു. കേട്ടാലും സമ്മതിക്കാത്ത പ്രവൃത്തിയൊന്ന് നാഥൻ ചെയ്യാൻ പോകുന്നു. പറഞ്ഞാലും വിശ്വസിക്കാത്ത പ്രവൃത്തിയൊന്ന് ദൈവം ചെയ്യാൻ പോകുന്നു. കേട്ടാലും സമ്മതിക്കാത്ത പ്രവൃത്തിയൊന്ന് നാഥൻ ചെയ്യാൻ പോകുന്നു. ദൈവത്തിന്റെ മഹത്വം നിഴലിരിക്കും. ദൈവത്തിന്റെ കരത്തിൽ നീ വസിക്കും. ദൈവത്തിന്റെ മഹത്വം നിഴലിരിക്കും. ദൈവത്തിന്റെ കരത്തിൽ നീ വിശ്വസിക്കാത്ത പ്രവൃത്തിയൊന്ന് ദൈവം ചെയ്യാൻ പോകുന്നു. കേട്ടാലും സമ്മതിക്കാത്ത പ്രവൃത്തിയൊന്ന് നാഥൻ ചെയ്യാൻ പോകുന്നു. സ്തുതിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. നിന്റെ മാറത്തിരിക്കുന്നു ദൈവമൈതലേ. മാറിപ്പോകാത്ത ഒരു വഴിയല്ലേ. നിന്റെ മാറത്തിരിക്കുന്നു ദൈവമൈതലേ. ദൈവത്തിന്റെ വചനം വന്നു ചേരുന്നു. കല്ലുമാറി കരളിൽ കൃപ നിറയും. ദൈവത്തിന്റെ വചനം വന്നു ചേരുന്നു. കല്ലുമാറി കരളിൽ കൃപ നിറയും. വിശ്വസിക്കാത്ത പ്രവൃത്തിയൊന്ന് ദൈവം ചെയ്യാൻ പോകുന്നു. കേട്ടാലും സമ്മതിക്കാത്ത പ്രവൃത്തിയൊന്ന് നാഥൻ ചെയ്യാൻ പോകുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ബഹുമാനപ്പെട്ട വിശുദ്ധ ജോസഫ് അച്ഛനെ കർത്താവേ സമർപ്പിച്ചു പ്രാർത്ഥിക്കാം. ആരോഗ്യത്തെ സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു. ഈ ആരാധനയിലുടനീളം ഞങ്ങളോട് നീ സംസാരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. വഴി നടത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. മഹത്വം, മഹത്വം, ആരാധന, ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ജനം പറയും തക്കവിധത്തിൽ ദൈവമൊരു പ്രവൃത്തി ചെയ്യും. ജനം പറയും തക്കവിധത്തിൽ ദൈവമൊരു പ്രവൃത്തി ചെയ്യും. തടവറ പൊട്ടിക്കാൻ ദൈവം നിന്നെ നയിച്ചിടും. ഇടവും പല ദൂതന്മാരാൽ നിന്നെ നയിച്ചിടും. തടവറ പൊട്ടിക്കാൻ ദൈവം നിന്നെ നയിച്ചിടും. ഇടവും പല ദൂതന്മാരാൽ നിന്നെ നയിച്ചിടും. വിശ്വസിക്കാത്ത പ്രവൃത്തിയൊന്ന് ദൈവം ചെയ്യാൻ പോകുന്നു. കേട്ടാലും സമ്മതിക്കാത്ത പ്രവൃത്തിയൊന്ന് നാഥൻ ചെയ്യാൻ പോകുന്നു. പറഞ്ഞാലും വിശ്വസിക്കാത്ത പ്രവൃത്തിയൊന്ന്
ചെയ്യാൻ പോകുന്നു. കേട്ടാലാരും സമ്മതിക്കാത്ത പ്രവൃത്തിയൊന്നും നാഥൻ ചെയ്യാൻ പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. എല്ലാവരും സ്വസ്ഥമായിട്ടിരിക്കുക. ഓരോ ദിവസത്തിലുള്ള സാക്ഷ്യങ്ങൾ കേൾക്കുമ്പോഴും എനിക്ക് മനസ്സിൽ തോന്നുന്ന ഒരു ആശങ്കയുണ്ട്. ഈ ക്രിസ്ത്യാനികൾക്ക് എന്തോ പറ്റിയിട്ടുണ്ടെന്ന്. ഓരോ ദിവസത്തിലുള്ള ഉടമ്പടി സാക്ഷ്യങ്ങളുടെ പുതിയ ആവിഷ്കാരങ്ങളും ജനങ്ങളുടെ ദൈവാനുഭവങ്ങളും കേൾക്കുമ്പോൾ എൻ്റെ മനസ്സിൽ വരുന്ന ഒരു നെഗറ്റീവ് ഫീലിംഗ് ആണ്. എന്താണ്? ഈ ക്രിസ്ത്യാനികൾക്ക് എന്തോ പറ്റിയിട്ടുണ്ടെന്ന്. എന്താ കാര്യം വെച്ച് കഴിഞ്ഞാൽ ഉടമ്പടി ലീഡ് ചെയ്യണത് ദൈവാനുഭവത്തിൽ അക്രൈസ്തവരാണ്. നിങ്ങൾ സാക്ഷ്യം കേട്ടാൽ മനസ്സിലാകും. അപ്പോൾ എനിക്കുണ്ടാകുന്ന ഉള്ളുകൊണ്ടുള്ള സന്തോഷം എന്താ നിങ്ങൾക്കറിയാവോ? ഈ ഉടമ്പടി അത്ര കണ്ട അറിവില്ലാത്തവർക്കും ഇത് വളരെ സങ്കീർണമായിട്ട് തോന്നുന്നുണ്ടെങ്കിലും ഇത് വളരെ ലളിതമായി നടപ്പിൽ വരുത്തിക്കൊണ്ട് ഉന്നതമായ ദൈവാനുഭവം പ്രാപിക്കുന്നവരുടെ സാധാരണക്കാരും അതുപോലെ തന്നെ അഭ്യസവിദ്യരുമുണ്ട്. അപ്പോൾ ഈ പ്രോജക്റ്റ്, ഈ ഫോർമുല ആപ്ലിക്കബിൾ ആണ്. എക്സ്പീരിയൻഷ്യൽ ലെവലിലാണെങ്കിലും അത് ദൈവാനുഭവത്തിന് ആർക്കും സാധിക്കുന്നതാണ്. അല്പം ആത്മാർത്ഥത കാണിച്ചാൽ മതി എന്നാണ്. ഞാൻ നേരത്തെയൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നത് ഉടമ്പടി വിശ്വാസത്തിലല്ല ചെയ്യണത്, പിന്നെ എന്തിനാണ്? വിശ്വസ്തതയിലാണ് ചെയ്യണമെന്ന്, അല്ലേ? വിശ്വസ്തതയാകുമ്പോൾ നിങ്ങൾക്ക് എന്തുമാത്രം അത് മനസ്സിലാവുമെന്ന് അറിയത്തില്ല. പക്ഷെ ഉടമ്പടി വിശ്വസ്തതയേക്കാൾ ഉപരി ആത്മാർത്ഥതയാണ് ഇതിൻ്റെ അകത്ത് അന്തസത്യം എന്ന് പറയണത്. നിങ്ങൾക്കൊരു ഉടമ്പടി അനുഭവങ്ങൾ വേണമെങ്കിൽ വിശ്വാസം ഓൾറെഡി ഉണ്ടാകണം. പിന്നെ എന്താണ്? വിശ്വസ്തത ഉണ്ടാവണം. വിശ്വാസത്തിൻ്റെ കണ്ടിന്യൂറ്റിക്കാണ് നമ്മൾ തുടർച്ചയുള്ള വിശ്വാസത്തിനാണ് നമ്മൾ വിശ്വസ്തത എന്ന് പറയുന്നത്. പക്ഷേ ഉടമ്പടി പെട്ടെന്ന് ഒരു പ്രസൻസ് ഫീൽ ചെയ്യണമെങ്കിൽ, കാര്യം നിങ്ങൾക്ക് സൗഖ്യം വന്നെന്ന് ഒരു സാക്ഷ്യങ്ങൾ കേട്ടാൽ, ഇപ്പോൾ ക്യാൻസർ 4th സ്റ്റേജ് സുഖപ്പെട്ടു, ലിവർ ക്യാൻസർ സുഖപ്പെട്ടു എന്നൊക്കെ പറഞ്ഞാലും ഞാൻ അത്ര കണ്ട് ശ്രദ്ധിക്കത്തില്ല. അത് സ്വാഭാവികമായിട്ട് സംഭവിക്കുന്ന കാര്യങ്ങളാണ്. ഉടമ്പടി എടുത്ത് കുറച്ച് വൃത്തിമനായിട്ടൊക്കെ ജീവിച്ചവർക്ക് സ്വാഭാവികമായിട്ട് ബേസിക് ഗ്രേസ് ആണ് അതൊക്കെ.
പക്ഷേ നിങ്ങൾക്ക് പ്രസൻസ് ഫീൽ ചെയ്തതെന്ന് പറഞ്ഞാൽ ഞാൻ ഉടനെ അത് ശ്രദ്ധിക്കും. കാര്യം മറ്റു പ്രാർത്ഥനാ രൂപങ്ങളിൽ നിന്നും ഉടമ്പടിക്കുള്ള തനത് ദൈവാനുഭവം എന്ന് പറയണത്, ഉടമ്പടിയുടെ തനത് ദൈവാനുഭവം എന്ന് പറയണത് പ്രസൻസാണ്, ദൈവസാന്നിധ്യം. ഏത് ദുർഘട സമയങ്ങളിലും ദൈവസാന്നിധ്യം അനുഭവിക്കും. ദൈവസാന്നിധ്യത്തിന് സാധാരണ ലെവലിലെ ആൾക്കാർക്ക് പഞ്ഞം വരുന്ന സമയമുണ്ട്. ഇപ്പം നമുക്ക് ആഹാരത്തിന് പഞ്ഞം വരുന്ന ക്ഷാമകാലമില്ലേ? ആഹാരത്തിന് ക്ഷാമകാലം ഉണ്ടായിരുന്നല്ലോ യുദ്ധം കഴിഞ്ഞപ്പോൾ. 1945 യുദ്ധം കഴിഞ്ഞപ്പോൾ ക്ഷാമകാലമായിരുന്നു ഇവിടെ, ഭയങ്കരമാണ്. അങ്ങനെയാണ് ജനങ്ങളൊക്കെ എല്ലാം നാടൊക്കെ വിട്ടു പോണത്. അപ്പം അതുപോലെ തന്നെ ആധ്യാത്മിക ജീവിതത്തിലും ക്ഷാമകാലം ഉണ്ടാകും. ദൈവാനുഭവം ഒരു പ്രാർത്ഥനയ്ക്ക് ഒരു ഉത്തരവും കിട്ടാത്ത രീതിയിൽ ഇങ്ങനെ പ്രാർത്ഥിച്ച് ഇങ്ങനെ പോകുന്നില്ലാതെ ഒരു അടയാളം കാണാത്ത കാലം, അതിന് ക്ഷാമകാലമാണ്. പക്ഷേ ഈ ക്ഷാമകാലത്ത് പോലും ഉടമ്പടിയിൽ ആത്മാർത്ഥതയായിട്ട് ജീവിക്കുന്നവർക്ക് ഒരു പ്രസൻസ് എങ്കിലും ഫീൽ ചെയ്യും. അവർക്ക് മൊത്തം ഒരു ക്ഷാമകാലത്തേക്ക് പോകത്തില്ല. അപ്പോൾ എനിക്ക് പലപ്പോഴും തോന്നിയിരിക്കുന്നത്, എനിക്ക് എല്ലാവരോടും അപേക്ഷിക്കാനുള്ളത്, ഇതൊരു അപേക്ഷയായിട്ട് കരുതിയാൽ മതി, ആത്മാർത്ഥത കാണിക്കാൻ നോക്കണം ഉടമ്പടിയോട്. നിങ്ങളൊരു ഉടമ്പടിയാണ്, ദൈവവുമായിട്ട് ഒരു പരസ്പരമുള്ള ധാരണയിൽ ഒരു കമ്മിറ്റ്മെൻറ്റാണ്. നിങ്ങൾ ദൈവത്തിൻ്റെ സന്നിധിയിലൊരു കമ്മിറ്റ്മെൻറ്റ് നടത്തിയിരിക്കുകയാണ്. എന്താ അതിനെ പറഞ്ഞ പ്രതിബദ്ധത, സമർപ്പണം നടത്തിയിരിക്കുകയാണ്. അതിൽ നിങ്ങൾ കുറേ കാര്യങ്ങൾ ദൈവത്തിൻ്റെ സന്നിധി ഏറ്റെടുത്തിട്ടുണ്ട്. അതിൻ്റെ കാരണങ്ങൾ, പ്രതിബദ്ധതയുടെ കാരണങ്ങൾ ഒരിക്കലും നിങ്ങളുടെ ഭൗതികം ആവശ്യമായിരിക്കരുത്, ദൈവം തന്നെ ആയിരിക്കണം. മനസ്സിലായോ? ഇല്ലേ? ജോലി ലഭിക്കാനോ വീട് വിൽക്കാനോ വസ്തു ലഭിക്കാനോ കടങ്ങൾ മാറാനോ, അതിൽ നിന്ന് ഉടമ്പടി വരെ നിങ്ങൾക്ക് അങ്ങനെയൊക്കെ ചിന്തിക്കാം. ഉടമ്പടി കൃപാസനത്തിൽ വന്നു ഉടമ്പടി എടുക്കുന്നവരെ നിങ്ങൾക്ക് ഭൗതിക കാര്യങ്ങൾ ചിന്തിക്കാൻ പറ്റും. പറഞ്ഞാൽ മനസ്സിലായാലും ശ്രദ്ധിച്ച് കേൾക്കണം. കൃപാസനത്തിൽ വന്ന് ഉടമ്പടി എടുക്കുന്നവരെ നിങ്ങളുടെ ജോലി, കടങ്ങൾ പരിഹരിക്കുക, ജോലി കിട്ടുക, വിവാഹം കഴിക്കുക, വീട് വെക്കുക, അങ്ങനെ നിങ്ങളെ അലട്ടുന്ന പ്രശ്നം എന്താണ്, അത് കൃപാസനത്തിൽ വന്ന് ഉടമ്പടി എടുക്കുന്നവരെ നിങ്ങൾക്ക് അതിനെക്കുറിച്ച് ആലോചനപ്പെടാനും ആശങ്കപ്പെടാനും പറ്റും. പക്ഷെ വൺസ് യു ഗെറ്റ് ഇൻ ടു ദി കവനൻറ്റ്, നിങ്ങൾ ഒരിക്കൽ ദൈവമായിട്ടൊരു ഉടമ്പടി ബന്ധമായി കഴിഞ്ഞാൽ പിന്നീട് നിങ്ങൾ ആശങ്കപ്പെടേണ്ടത് ദൈവത്തോടുള്ള ബന്ധത്തിൽ തന്നെയാണ്. എന്താണ്? എങ്ങനെ എൻ്റെ ദൈവവുമായിട്ട് ഡിവൈഡ് ഓഫ് ദി ഫിസിക്കൽ ഡിമാൻഡ്സ്, നമുക്ക് ഉണ്ടാകുന്ന മറ്റു തരത്തിലുള്ള ഭൗതിക സമ്മർദ്ദങ്ങൾക്ക് അപ്പുറത്ത് എൻ്റെ ദൈവവുമായിട്ട് എനിക്ക് ഈ ഭൂമിയിൽ വെച്ച് സാധ്യമാകുന്ന ഏറ്റവും സുതാര്യവും ഏറ്റവും ലളിതവുമായിട്ടുള്ള ഒരു സ്നേഹബന്ധത്തെ എങ്ങനെ പരിപോഷിപ്പിക്കാൻ കഴിയും, അതിനെന്നെ സഹായിക്കണമേ എന്നാണ് അമ്മയോട് പ്രാർത്ഥിക്കുന്നത്. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും
പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഈ കഴിഞ്ഞ ദിവസങ്ങളിലെ ഒരു സാക്ഷ്യം ഉണ്ടായി. ആ സാക്ഷ്യത്തിൻ്റെ താഴെ 500 കമൻസ് ഉണ്ട് നമ്മുടെ യൂട്യൂബിൽ. സാക്ഷ്യം ആരുടെയാണെന്നറിയാമോ? ഒരു അപ്പനും മകനും 100% അന്ധര. അപ്പോൾ ഈ അപ്പനും മകനും ആൾക്കാരെ കയറിയിരിക്കണം. അപ്പോൾ അവർ പറയണ കാര്യം അവിടെ അന്ധത സുഖപ്പെടുത്തണമെന്നല്ല പറയണത്. അവർ പറയുന്ന കാര്യം രസമാണ്. അത് എഴുതിയിരിക്കുന്നത് മുഴുവനും ആ കമൻസുകളെല്ലാം പറഞ്ഞ മാതാവ് ഇനി ഇവർ ആൾക്കാരെ വരുമ്പോൾ ഇവിടെ കണ്ണ് തുറന്ന് കൊടുക്കണേ എന്നാണ് ആൾക്കാർ കമൻറ്റ് ചെയ്തിരിക്കുന്നത്. പക്ഷെ അവരതല്ല പറയണത്. അവർ അപ്പനും മകനും 100% അന്ധരാണ്. അവർ ആൾക്കാരെ കയറി നിൽക്കണം. അവർ പറയണത് അവരുടെ ഉടമ്പടി അനുഭവങ്ങളെക്കുറിച്ചാണ് പറയണത്. അതെന്ത് സംഭവിച്ചു കഴിഞ്ഞാൽ മകന് അവന് 9ാം ക്ലാസ്സിലെത്തിയപ്പോൾ അവൻ പറഞ്ഞു എനിക്ക് കമ്പ്യൂട്ടർ സയൻസ് പഠിക്കണമെന്ന് പറഞ്ഞു. ഓക്കെ, അവർ അന്ധരാണെങ്കിൽ അവരുടെ ആഗ്രഹങ്ങൾ കണ്ടില്ലേ. അപ്പോൾ അവർ തോറ്റിട്ടില്ലെന്നല്ല, ജീവിതത്തിൻ്റെ മുമ്പിൽ തോറ്റു കൊടുക്കാൻ തയ്യാറല്ലെന്ന്. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, ഹല്ലേലൂയ, ഹല്ലേലൂയ. പറഞ്ഞാലാരും വിശ്വസിക്കാത്ത പ്രവൃത്തിയൊന്ന് ദൈവം ചെയ്യാൻ പോകുന്നു. കേട്ടാലും സമ്മതിക്കാത്ത പ്രവൃത്തിയൊന്ന് നാഥൻ ചെയ്യാൻ പോകുന്നു. അപ്പൊ ഈ ജീവിതത്തിന്റെ വലിയ ഒരു പസ്സില് കൊട്ടത്തേങ്ങ പോലെ കൈകാര്യം ചെയ്യാൻ പറ്റാത്തൊരു വിഷയമാണ്. എന്താ കാര്യം? സ്ക്രീൻ കാണാൻ പാടില്ലാത്തവൻ, കമ്പ്യൂട്ടറിൻ്റെ സ്ക്രീൻ കാണാൻ പാടില്ലാത്തവൻ എങ്ങനെ കമ്പ്യൂട്ടർ സയൻസ് പഠിക്കണത്? അത് നോൺസെൻസ് അല്ലേ? നോൺസെൻസ് ആണെങ്കിലും അതിനൊരു സെൻസും ഇല്ലെങ്കിലും ആ മകനത് ആഗ്രഹിക്കുക. അപ്പം പറയണത് നമുക്ക് അമ്മയോട് പറയാവുന്ന പറയണത്. അപ്പൻ അതിൻ്റെ അകത്ത് ഇതെങ്ങനെ സാധിക്കൂടാന്നൊന്നും അപ്പൻ നിരുത്സാഹപ്പെടുത്തണില്ല. വിശ്വാസിക്കുണ്ടാകുന്ന പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, വിശ്വാസി ഓട്ടോമാറ്റിക്കായിട്ട് അവന് ഉണ്ടാകുന്നൊരു ഗുണം എന്താണ്? പ്രത്യാശ ഉണ്ടാകും. മനസ്സിലായില്ലേ? വിശ്വാസിക്ക് വിശ്വാസം മൂത്ത് കഴിയുമ്പോഴാണ് പ്രത്യാശ വരണത്. വിശ്വാസത്തിൻ്റെ ഒരു വിഷയം എന്ന് പറയുന്നത്, ഈശോയുടെ ഒരു പ്രാർത്ഥന കേട്ടിട്ടില്ലേ? വിശ്വാസം മൂത്ത് ഈശോ പ്രത്യാശ പ്രഘോഷിക്കുന്ന ഒരു ഭാഗമുണ്ട്. എന്താണ്? പിതാവേ, അങ്ങേക്ക് എല്ലാം സാധ്യമാണ് എന്ന് പറഞ്ഞ് ടേക്ക് ദ വേർഡ് ഓഫ് ഗോഡ്. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, ഹല്ലേലൂയ. യേശുവേ ആരാധന, ആരാധന, ആരാധന. യേശുവേ നന്ദി, മഹത്വം, 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 മഹത്വം. വിശ്വാസത്തിനാൽ നീതിമാൻ ജീവിക്കും. വിശ്വാസി പതരാതെ, വിശ്വാസി പതരാതെ, വിശ്വാസി പതരാതെ, വിശ്വാസി പതരാതെ, വിശ്വാസി പതരാതെ, വിശ്വാസി പതരാതെ, വിശ്വാസത്തിനാൽ നീതിമാൻ ജീവിക്കും. വിശ്വാസി പതരാതെ, വിശ്വാസി പതരാതെ. മർക്കോസ് 14:36. 14:36. അവൻ പറഞ്ഞു, ആബാ പിതാവേ, എല്ലാം അങ്ങേക്ക് സാധ്യമാണ്. എല്ലാം അങ്ങേക്ക് സാധ്യമാണ്. വിഷയം അതായത് മുമ്പേ കാണുന്ന വിഷയങ്ങൾ എന്താണ്? കർത്താവ് പറയുന്നത്, സാധ്യമെങ്കിൽ ഈ പാനപാത്രം എന്നിൽ നിന്ന് നീക്കിക്കളയണമെന്നുള്ള ആ ദുർഘട നിമിഷങ്ങളിലും ദൈവത്തിന് അനന്ത സാധ്യതയെ പ്രഘോഷിക്കാനുള്ള സാധ്യതയാണ് വിശ്വാസം നൽകുന്നത്. വിശ്വാസത്തിൽ നിന്നാണ് ഈ പ്രത്യാശ വരുന്നത്. പ്രത്യാശ എന്ന് പറഞ്ഞാൽ എല്ലാ വിഷയങ്ങളെയും വിശ്വാസം സ്നേഹത്താൽ കടുക് എണ്ണയിൽ വറയിടുന്ന പോലെ വിശ്വാസം സ്നേഹത്താൽ മൂക്കും. അതാണ് സ്നേഹത്താൽ പ്രവർത്തനക്ഷമമായ വിശ്വാസം എന്ന് പറയുന്നത്. ടേക്ക് ദ വേർഡ് ഓഫ് ഗോഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, ആരാധന, ആരാധന.
യേശുവേ നന്ദി മഹത്വം മഹത്വം യേശുവേ ആരാധന യേശുവേ മഹത്വം ഗലാത്യ 5:6. എന്തെന്നാൽ എന്തെന്നാൽ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്നവർക്ക് യേശുക്രിസ്തു വിശ്വസിക്കുന്നവർക്ക് പരിച്ഛേദനമോ അപരിച്ഛേദനമോ കാര്യമല്ല സ്നേഹത്തിലൂടെ പ്രവർത്തന നിരതമായ വിശ്വാസമാണ് സുപ്രധാനം. ഞാൻ ഇടയ്ക്ക് നിങ്ങളോട് പറയാറുണ്ട്, ഉടമ്പടിയുടെ ഇന്ധനം എന്ന് പറയുന്നത് ഇതാണ്. എന്താണ്? സ്നേഹത്താൽ പ്രവർത്തനക്ഷമമായ വിശ്വാസം, സ്നേഹത്താൽ പ്രവർത്തനക്ഷമമായ പ്രത്യാശ. അപ്പം ഇവിടുത്തെ ഇപ്പം നമ്മൾ പെട്രോൾ കൊണ്ട് പ്രവർത്തനക്ഷമമായ കാറ്, ഏവിയേഷൻ ഓയിൽ കൊണ്ട് പ്രവർത്തനക്ഷമമായ എയ്റോപ്ലെയിൻ എന്നൊക്കെ പറഞ്ഞ പോലെ സാങ്കേതിക ജ്ഞാനമാണിത്. നമ്മുടെ ഇതിലുള്ള വിശ്വാസം വരണത്, എൻ്റെ മക്കൾ ശ്രദ്ധിക്കണം, ഉടമ്പടി ഒരു പരസ്പര ബന്ധമാണല്ലേ. അപ്പോൾ ഈ പരസ്പര ബന്ധത്തിൽ ഗിയർ ചേഞ്ച് ചെയ്യും. ഫസ്റ്റ് ഗിയർ, സെക്കൻഡ് ഗിയർ, തേർഡ് ഗിയറിലോട്ട് പോകുമ്പോൾ സ്നേഹം, വിശ്വാസം, പ്രത്യാശ, സ്നേഹം. പക്ഷേ എങ്കിലും ഈ വിശ്വാസം എന്ന് പറയുന്ന ആദ്യത്തെ ഫസ്റ്റ് ഗിയറിന് അത് സ്നേഹത്തിലാണ് വർക്ക് ചെയ്യേണ്ടത്, അല്ല ബുദ്ധിയിലല്ല. വിശ്വാസത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ബിബ്ലിക്കൽ ഫെയ്ത്ത് എന്ന് പറയണത്, അത് ആ ബിബ്ലിക്കൽ ഫെയ്ത്ത് വർക്കൗട്ട് ചെയ്യണത് സ്നേഹത്താലാണ്. ബിബ്ലിക്കൽ ഹോപ്പ് വർക്ക് ചെയ്യണതും സ്നേഹത്താലാണ്. അപ്പോൾ ബേസിക്കായിട്ട് നമ്മുടെ മുമ്പിലുള്ള ചലഞ്ച് എന്താണ്? വാട്ട് ഈസ് അവർ ബേസിക് ചലഞ്ച്? അടിസ്ഥാനപരമായി നമ്മുടെ മുമ്പിലുള്ള ഉണ്ടാകുന്ന വെല്ലുവിളി എന്താണ്? സ്നേഹിക്കുക എന്നുള്ളതാണ്. ആരെ സ്നേഹിക്കുക? ദൈവത്തെ എന്തിനാണ് നിങ്ങൾ ഉടമ്പടി എടുത്തതെന്ന് ചോദിച്ചാൽ, എൻ്റെ മക്കളെ, ഏത് പച്ചപ്പാതയിലേക്ക് നിങ്ങളെ കണ്ണും പൂട്ടി പറയാൻ പറ്റണം. എന്താണ്? ദൈവത്തെ സ്നേഹിക്കാൻ. കൈയടിച്ച് ശ്രദ്ധിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. അപ്പം എന്തിനാണ് നിങ്ങൾ ഉടമ്പടി എടുത്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒറ്റ ഉത്തരവേ ഉള്ളൂ. എന്താണ്? ദൈവത്തെ എല്ലാവരും ദൈവത്തെ സ്നേഹിക്കുന്നുണ്ട്. നമ്മൾ വിശേഷവിധിയായാണ് ദൈവത്തെ സ്നേഹിക്കുന്നത്. മനസ്സിലായാലും എല്ലാവരും ദൈവത്തെ സ്നേഹിക്കുന്നില്ലേ? പക്ഷെ നമ്മൾ ഉടമ്പടിയിലേക്ക് വരണത് എന്തിനാണ്? വിശേഷവിധിയായി. ഒന്ന് പറഞ്ഞേ, വിശേഷവിധിയായി ദൈവത്തെ സ്നേഹിക്കാൻ. അതെന്താ അങ്ങനെ പറയണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എന്താ വെച്ചാൽ ഇങ്ങനെ പറയണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ദൈവം അത് ആഗ്രഹിക്കുന്നുണ്ട്. അതാണ് എൻ്റെ ഉത്തരം. എന്താണ് വിശേഷവിധിയായി എന്ന് പ്രത്യേകം പറയാൻ കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, ദൈവത്തിൻ്റെ മൈൻഡ് സെറ്റ് അങ്ങനെയാണ്. എന്താണ് വിശേഷവിധിയായി? 5:46 എടുത്ത് ശ്രുതികട. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, ആരാധന, യേശുവേ മഹത്വം മഹത്വം. മത്തായി 5:46. മത്തായി 5:46. നിങ്ങളെ സ്നേഹിക്കുന്നവരെ നിങ്ങൾ സ്നേഹിച്ചാൽ, അത് പറഞ്ഞേ, നിങ്ങളെ സ്നേഹിക്കുന്നവരെ നിങ്ങൾ സ്നേഹിച്ചാൽ നിങ്ങൾക്ക് എന്ത് പ്രതിഫലമാണ് ലഭിക്കുക? എന്ത് പ്രതിഫലമാണ് ലഭിക്കുക? ചുങ്കക്കാർ പോലും അത് തന്നെ ചെയ്യുന്നില്ലേ? ചുങ്കക്കാർ പോലും അങ്ങനെ ചെയ്യുന്നില്ലേ? സഹോദരങ്ങളെ മാത്രമേ നിങ്ങൾ അഭിവാദനം ചെയ്യുന്നുള്ളുവെങ്കിൽ വിശേഷവിധിയായി എന്താണ് നിങ്ങൾ ചെയ്യുന്നത്? വിജാതീയരും അത് തന്നെ ചെയ്യുന്നില്ലേ? ഇപ്പൊ എന്തിനാണ് ഉടമ്പടി എടുക്കണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ ഒറ്റ വാക്ക് പറയാം. എന്താണ്? ദൈവത്തെ സ്നേഹിക്കാൻ. എങ്ങനെ സ്നേഹിക്കാൻ? വിശേഷവിധിയായി എന്ന് പറഞ്ഞ് വിശേഷവിധിയായി. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര കമ്പാരിസനാണ്. നിങ്ങൾ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ ഈശോ പറയും അത് മറ്റുള്ളവരും ചെയ്യുന്നുണ്ടെന്ന് പറയും. നിങ്ങളെ ന്യൂട്രലൈസ് കളയും. നിങ്ങൾ എന്ത് പുണ്യപ്രവർത്തികൾ ചെയ്താലും എപ്പോഴും നിങ്ങളുടെ ഒരു പ്രതിയോഗിയെ നിങ്ങൾ മനസ്സിൽ കാണണം. പറഞ്ഞാൽ മനസ്സിലാകുന്നില്ലേ? നിങ്ങളിപ്പോൾ ഉപവസിക്കുകയാണ്. അപ്പോൾ ഈശോ പറയും എന്തിനാണ് ഉപവസിക്കണത്? അത് മകളെ കെട്ടിക്കാൻ. തീർന്ന് ആ സാധനം ഉപവാസത്തിൻ്റെ പഴി ഗ്യാസ് ഔട്ടായി. നിങ്ങൾ ഉപവസിക്കുകയാണ്. അപ്പോൾ നിങ്ങൾ ഈശോ ചോദിക്കും എന്തിനാണ് ഉപവസിക്കേണ്ടത്? അത് മകളെ കെട്ടിക്കാൻ. തീർന്ന്. എന്താ കാര്യം? അത് ഒരു വിഷയം വെച്ച് നിങ്ങൾ ദൈവത്തിൻ്റെ സമ്മർദ്ദത്തിലാക്കുകയല്ലേ? ഒരു വിഷയം വെച്ചിട്ടേ ഞാനിവിടെ എൻ്റെ മകളെ
കെട്ടിച്ചില്ലെങ്കിൽ ഞാൻ പട്ടിണി കിടന്ന് ചാകുമെന്നല്ലേ പറയണത്. ദൈവത്തെ ഭീഷണിപ്പെടുത്തിക്കണത്. എന്ന് പറഞ്ഞാൽ ചെയ്യണമെന്നല്ല അല്ല. നിങ്ങളുടെ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് മാർക്കിടുമ്പോൾ മറ്റ് ചോദ്യങ്ങൾക്ക് നിങ്ങൾ എന്ത് ഉത്തരം പറഞ്ഞു എന്ന് കൂടി ഈ മാർക്കിടുന്ന ആളെ നോക്കും. പറഞ്ഞാൽ മനസ്സിലാകുന്നുണ്ടോ? മനസ്സിലാകണം. ഒരു ചോദ്യത്തിന് മാർക്കിടുമ്പോൾ മറ്റ് ചോദ്യങ്ങൾക്കെല്ലാം നിങ്ങൾ എന്ത് മാർക്കിട്ടെന്ന് കൂടി മാർക്കിടുന്ന ആൾ നോക്കും. എന്താ കാര്യം? ഈ ചോദ്യത്തിന് മറ്റ് ചോദ്യങ്ങളെല്ലാം തോക്കുകയും ഈ ചോദ്യത്തിന് മാത്രം നിങ്ങൾ ഉത്തരം പറയുകയും ചെയ്താൽ അതിൻ്റെ അർത്ഥം എന്താണ്? നിങ്ങൾ കോപ്പി അടിച്ചെന്നാണ്. അതാണ് സംഭവം. പറഞ്ഞാൽ മനസ്സിലാകേണ്ടത്. വളരെ സൂക്ഷിച്ച് മനസ്സിലാക്കണം. ദൈവമായിട്ട് ഇടപെടുക എന്ന് വെച്ച് കഴിഞ്ഞാൽ പരിശുദ്ധാത്മാവിൻ്റെ മിനിമം വോൾട്ടേജ് ഇല്ലാതെ പറ്റത്തില്ല. ഇതൊരു സീരിയസ്, ഞാൻ എന്നും നിങ്ങളോട് കാലയെ പിടിച്ച് പറഞ്ഞിട്ടുള്ളൊരു സത്യമാണ്. ദൈവമായിട്ട് ഇടപെടുക എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ കണ്ണാടിയിൽ നിങ്ങളെ കാണുന്ന പോലെ പരിശുദ്ധാത്മാവിനെ ഫ്രണ്ടിൽ കാണണം. എന്നിട്ട് നിങ്ങൾ നിരന്തരമായിട്ട് പരിശുദ്ധാത്മാവെ പ്രാർത്ഥിക്കണം. ഒന്ന് കൈ നെഞ്ചത്ത് വെച്ചേ. ആത്മാവേ, പരിശുദ്ധാത്മാവേ, ദൈവസ്നേഹത്തിൽ വളരാൻ, വിശേഷവിദ്യയായ സാക്ഷ്യത്തിനായി പരിശുദ്ധാത്മാവിനാൽ എന്നെ പ്രത്യേകമായി അഭിഷേകം ചെയ്യണമേ. പരിശുദ്ധാത്മാവിനാൽ പ്രത്യേകമായി അഭിഷേകം ചെയ്യണമേ. ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. കൈയടിച്ചുകൊണ്ട് ദൈവമേ വരണേ, നിന്റെ ഉള്ളിൽ വസിക്കാൻ വരണേ. ദൈവമേ വരണേ, നിന്റെ ഉള്ളിൽ വസിക്കാൻ വരണേ. ദാഹിച്ചു നിന്നെ ഞാൻ തേടുന്നു, സ്വർഗ്ഗദൂരത്തിറങ്ങി നീ വരണേ. ദാഹിച്ചു നിന്നെ ഞാൻ തേടുന്നു, സ്വർഗ്ഗദൂരത്തിറങ്ങി നീ വരണേ. ദൈവമേ വരണേ, നിന്റെ ഉള്ളിൽ വസിക്കാൻ വരണേ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഇപ്പം നമ്മൾ എവിടം വരെയാണ് എത്തിയത്? എന്തിനാണ് ഉടമ്പടി എടുക്കുന്നത്? എങ്ങനെ സ്നേഹിക്കാൻ? അതാണ് വിഷയം. ഇപ്പം ഓക്കെ ആയില്ലേ? അപ്പോൾ ഇതാണ് എന്തിനാണ് ഉടമ്പടി എടുക്കുന്നത്. അപ്പോൾ നമ്മളെല്ലാം മറന്നു. ആശങ്കകൾ മറന്നു, വിവാഹം മറന്നു, ജോലി മറന്നു, മക്കളില്ലാത്ത അവസ്ഥ മറന്നു, ജോലി ഇല്ലാത്ത അവസ്ഥ മറന്നു. എല്ലാം നമ്മളെ കൊണ്ടുവന്ന് അമ്മയെ ഏൽപ്പിച്ചിരിക്കുകയും എവറിത്തിങ് നമ്മളെ കൊണ്ടുവന്ന് അമ്മയെ ഏൽപ്പിച്ചിരിക്കുകയും. ഇപ്പോൾ ഈ അപ്പൻ്റെ കാര്യം, അപ്പൻ്റെ പേരെന്ന് പറയുന്നത് സുധീർ കുമാർ എന്നാണ് ഈ അപ്പന്തനായ അപ്പൻ്റെ പേര്. ആ മകൻ്റെ പേര് ദിനദേവ്. അപ്പോൾ എന്താ വിഷയം എന്ന് വെച്ചാൽ ഇവർ രണ്ടുപേരും അന്ധരാണ്. ഇവർ അന്ധരായിട്ട് തന്നെ നിൽക്കണം. അപ്പോൾ ഈ മകൻ്റെ വിഷയം എന്താണ്? അവന് കമ്പ്യൂട്ടർ സയൻസ് പഠിക്കണം. അപ്പോൾ അവനോടൊരു +1 കൊണ്ട് ചേർക്കും കമ്പ്യൂട്ടർ സയൻസ്. ഇപ്പോൾ +1 ആദ്യം അവിടെ ചെല്ലുമ്പോൾ എല്ലാ തടസ്സമാണേ. നിങ്ങൾ എല്ലാ തടസ്സമാണെന്ന് പറഞ്ഞ് പുറകോട്ട് പോകരുത് കേട്ടാ. ചില ആൾക്കാർക്കൊരു കുഴപ്പമുണ്ട്. എവിടെയെങ്കിലും പോയി തടസ്സം എടുത്താൽ എന്നെ കഴിയില്ല, അവിടെ പോയിട്ട് അതൊന്നും നടക്കത്തില്ലെന്ന് പറയും. ഇങ്ങനെ എല്ലാവരും ഇങ്ങനെ ബാക്ക് അടിക്കും. ഉടമ്പടി എടുക്കുന്നവരൊരിക്കലും ബാക്ക് അടിക്കരുത്. മുമ്പോട്ട് തന്നെ പോകത്തുള്ളൂ. നമ്മൾ പുറകോട്ട് വരത്തില്ല. ഉടമ്പടി എന്താ കാര്യം? ഞാൻ നിനക്ക് മുമ്പേ പോകും. കൈയടിച്ച് ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ ആരാധന. ദൈവമേ വരണേ, നിന്റെ ഉള്ളിൽ വസിക്കാൻ വരണേ. ദൈവമേ വരണേ, നിന്റെ ഉള്ളിൽ വസിക്കാൻ വരണേ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. വായിച്ചോളൂ. ഞാൻ നിനക്ക് മുമ്പേ പോകും. മത്തായി 11:10.
10:11 ഇതാ ഇതാ നിനക്ക് മുമ്പേ നിനക്ക് മുമ്പേ എന്റെ ദൂതനെ ഞാൻ അയക്കുന്നു. അവൻ നിന്റെ മുമ്പേ പോയി നിനക്ക് വഴിയൊരുക്കും. എപ്പോഴും ഇത് നമുക്ക് കിട്ടിയിരിക്കുന്ന ഉടമ്പടിക്കാർക്ക് കിട്ടിയിരിക്കുന്ന വാഗ്ദാനമാണ്. മനസ്സിലായില്ലേ? നിങ്ങൾക്കറിയാമല്ലോ, ഇപ്പം എബ്രാഹത്തിനോട് പറഞ്ഞാലും വചനങ്ങളെന്ന് പറയുന്നത് ആരോട്? ഉടമ്പടി എടുത്തവർക്ക് വെളിപ്പെടുത്തിയ ജനകോടികൾക്ക് വേണ്ടിയുള്ള ഉത്തരങ്ങളാണ് ബൈബിൾ വചനങ്ങളെല്ലാം. മനസ്സിലായില്ലേ? ഉടമ്പടി എടുത്തവർക്ക്, ദൈവത്തോട് ഉടമ്പടി എടുത്തവർക്ക് ദൈവം വെളിപ്പെടുത്തിയ ഉത്തരങ്ങളാണ് ബൈബിൾ വചനം മുഴുവനും. ഇപ്പോൾ എബ്രഹാം ഉടമ്പടി എടുത്തതാണ് ഇല്ലേ? പിന്നെ മോസസ് ഉടമ്പടി എടുത്തതാണ്. ഈ ഉടമ്പടി എടുത്ത ആൾക്കാർ ജോഷുവ ഉടമ്പടി എടുത്തതാണ്, ഈശോ ഉടമ്പടി എടുത്തതാണ്. ഈ ബൈബിളിലുള്ള എല്ലാ ആൾക്കാരും ഉടമ്പടി എടുത്തവരാണ്. പിതാവിനോടാണ് ഉടമ്പടി എടുത്തതേ ഉള്ളൂ. അപ്പോൾ എടുത്തവർക്കെല്ലാം ഈ ഉടമ്പടി എടുത്തവരോടാണ് ദൈവം സംസാരിച്ചിരിക്കുന്നത്. അതാണ് ദൈവവചനം മുഴുവനും. ദൈവവചനം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് പറയണം? ദൈവത്തോട് ഉടമ്പടി എടുത്തവരോട് ദൈവം സംസാരിച്ച സംസാരങ്ങളാണ് വചനം. എന്താണ് ബൈബിൾ വചനം? എന്താണ് ഒന്ന് പറഞ്ഞാൽ? ദൈവത്തോട് ഉടമ്പടി എടുത്തവരോട് ദൈവം കൊടുത്തിട്ടുള്ള സംഭാഷണങ്ങളും വാഗ്ദാനങ്ങളുമാണ് വിശുദ്ധ ബൈബിൾ. അപ്പൊ ഉടമ്പടി എടുത്തവരോട് സംസാരിച്ചതാണ്. അപ്പോൾ എബ്രഹാം ഉടമ്പടി എടുത്തതാണ്, മോസസ് ഉടമ്പടി എടുത്തതാണ്, ജോഷുവ ഉടമ്പടി എടുത്തതാണ്. അങ്ങനെ എല്ലാവരും തന്നെ ദൈവത്തോട് ഉടമ്പടിയിലാണ്. ഇപ്പം ദാവീദ് പോലും ഉടമ്പടിയിലാണ് ദൈവമായിട്ട്. അത് ഉടമ്പടി വഴി ദാവീദിന് കിട്ടിയത് പരിശുദ്ധാത്മാവിനെ കിട്ടിയായിരുന്നു. പുള്ളിക്കാരൻ്റെ ചില ചുറ്റിക്കളിക്കാരനത് കളഞ്ഞെടുത്ത്, പക്ഷേ എന്നിട്ട് പുള്ളിക്ക് പക്ഷേ ആ ഉടമ്പടിയെക്കുറിച്ച് ഹി വാസ് സോ കോൺഷ്യസ് അബൌട്ട് ദാറ്റ്. പുള്ളി പറഞ്ഞ് എൻ്റെ കയ്യിൽ നിന്നൊരു അബദ്ധം പറ്റി, പക്ഷേ എന്നെ കാലെ പിടിച്ച് പറയുകയാണ്, അങ്ങയുടെ സന്നിധിയിൽ നിന്ന് എന്നെ തള്ളിക്കളയരുത്. എന്തോ ഒരു ദാവീദിൻ്റെ പ്രാർത്ഥനയെപ്പോലെ ഒരു പ്രാർത്ഥനയും ദൈവത്തിൻ്റെ ചങ്കലൊച്ചിട്ടില്ല. കാര്യം ആത്മീയ തകർച്ചയുടെ വക്കിൽ നിൽക്കുമ്പോഴും ഇവൻ ദൈവത്തിൻ്റെ കരുണയെക്കുറിച്ച് ഓർക്കും. കൈയടിക്കട്ടെ, ശ്രുതികട ഹല്ലേലൂയ. നിനക്ക് എപ്പോഴെങ്കിലും നിന്റെ പാപത്തെക്കുറിച്ചൊരു ഭാരം തോന്നിയാൽ നീ എപ്പോഴും ഓർക്കേണ്ടത് കർത്താവിൻ്റെ രക്തത്തെക്കുറിച്ചാണ്. എബ്രാഹത്തിനോ മോസസിനോ ഇല്ലാതിരുന്ന, ജോഷുവയ്ക്കും പിതാക്കന്മാർക്കും പ്രവാചകന്മാർക്കും ഇല്ലാതിരുന്ന ഒരു ആനുകൂല്യം നമുക്കുണ്ട്. എന്താണ്? അവൻ്റെ വിശുദ്ധ രക്തം. കൈയടിക്കട്ടെ, സ്തുതിക്കട്ടെ. ദാവീദ് പോലും പ്രാർത്ഥിക്കുമ്പോൾ അവൻ്റെ കൊലപാതകവും വ്യഭിചാരവും നടന്നിട്ടുള്ള മനുഷ്യനാണ്. രാജാക്കന്മാരുടെ കാലത്ത് ഈ പൊളിറ്റീഷ്യൻസിന് ഒത്തിരിയേറെ എപ്പോഴും ഇതുപോലെയുള്ള സംഘർഷങ്ങളും തിന്മയിലേക്ക് പോകാനുള്ള സാധ്യത ഉണ്ടാവും. അങ്ങനെ ഒരു പൊളിറ്റീഷ്യനായിരുന്നു ഈ ദാവീദ്. അങ്ങനെ ദാവീദ് വീണു പോയതാണ്. പക്ഷേ വീണു പോകുമ്പോഴും ഈ അത്യാഹിതത്തിൻ്റെ ആഴങ്ങൾ നിന്നുകൊണ്ടും ദൈവത്തിൻ്റെ കരുണയെക്കുറിച്ച് ദാവീദിന് ഒരു പ്രാർത്ഥന കിട്ടിയത് വരാൻ പോകുന്ന യേശുവിലൂടെ ദൈവം നൽകുന്ന ക്ഷമയുടെ അടിസ്ഥാനത്തിലാണ്
പിതാവായ ദൈവം ദാവീദിനോട് പൊറുക്കണത്. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ. ഹല്ലേലൂയ 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 മഹത്വം മഹത്വം ആരാധന ആരാധന ഹല്ലേലൂയ ഹല്ലേലൂയ നിങ്ങൾ യേശുവിനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ യേശുവിലൂടെ ദൈവം ഭൂലോകത്തിന് മാനവവംശത്തിന് ഒരുക്കിയിരിക്കുന്ന പദ്ധതികളെക്കുറിച്ചാണ് ചിന്തിക്കുക. ഇപ്പോൾ അച്ഛൻ്റെ കൂടെ ഈശോ എന്താ പറഞ്ഞത്? ദാവീദിനോട്, യേശുവിന് എത്രയോ വർഷം മുമ്പാണ് ദാവീദുള്ളത്. അപ്പം ആ ദാവീദിൻ്റെ പാപങ്ങൾ പോലും പിതാവ് ദാവീദിനോട് ക്ഷമിച്ചത് ആ പാപത്തിന് ഭാവിയിൽ പരിഹാരം ചെയ്യാൻ പോകുന്ന യേശുക്രിസ്തുവിൻ്റെ വിശുദ്ധ രക്തത്തെയും ഓർത്തുകൊണ്ടാണ് കരുണ കാണിച്ചിരിക്കുന്നത്. ദാവീദും പ്രാർത്ഥിച്ചിരിക്കുന്നത് കർത്താവിൻ്റെ നാമത്തിൽ വരാൻ പോകുന്ന ക്രിസ്തുവിൻ്റെ രക്തത്തിൻ്റെ യോഗ്യതയാൽ എന്നോട് ക്ഷമിക്കണമെന്ന കാര്യം ക്ഷമ അവൻ വഴി മാത്രമാണ്. കൈയടിക്കട്ടെ, സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. ഹല്ലേലൂയ ഹല്ലേലൂയ യോഹന്നാൻ്റെ 1-ാമത്തെ ലേഖനത്തിൽ 7-ാമത്തെ വാക്യം വായിക്കാം. യോഹന്നാൻ്റെ 1-ാമത്തെ ലേഖനത്തിൽ 7-ാമത്തെ വാക്യം. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ. അവിടുത്തെ പുത്രനായ എന്ന് പറഞ്ഞ് അവിടുത്തെ പുത്രനായ യേശുവിന്റെ രക്തം എല്ലാ പാപങ്ങളിൽ നിന്ന് നമ്മെ ശുദ്ധീകരിക്കുന്നു. ഇപ്പം അക്രൈസ്തവ സഹോദരങ്ങൾ ഇവിടെ ഉണ്ട്. അവർക്ക് കുമ്പസാരിക്കാനുള്ള യാതൊരു സാധ്യതയുമില്ല, അല്ലേ? അവർ കാര്യം സഭയുടെ കൗദാശിക നീറുറവയിലേക്ക് അവർ വന്നിട്ടില്ല. പക്ഷെ അതുകൊണ്ട് തന്നെ അവർക്കൊരു സാധ്യത എന്താണ്? നിങ്ങളെപ്പോഴും പറയേണ്ടത് ക്രിസ്തുവിൻ്റെ രക്തത്തെ പ്രതി എന്നോട് ക്ഷമിക്കണമെന്ന് പറയണം. ഇറ്റ്സ് വെരി സിമ്പിൾ. ക്രിസ്തുവിൻ്റെ രക്തത്തെ ഓർത്തുകൊണ്ട്. കാര്യം ലോകത്തിലുള്ള എല്ലാ പാപക്ഷമയും ചെയ്തിരിക്കുന്നത് അതിൻ്റെ പരിഹാരം ചെയ്ത ആളിൻ്റെ നാമത്തിലാണ്. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ. ഹല്ലേലൂയ 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 ആരാധന ആരാധന മഹത്വം ആരാധന പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. കഴിഞ്ഞ ദിവസങ്ങളിൽ റീനി കളമശ്ശേരി, അത് ഒരു അക്രൈസ്തവ സഹോദരിയാണ്. അവരൊരു സാക്ഷ്യം പറഞ്ഞായിരുന്നു. അവരുടെ സാക്ഷ്യം പറഞ്ഞതിൻ്റെ അതിൻ്റെ അത് യൂട്യൂബിൽ നമ്മൾ അപ്പ് ചെയ്തിട്ടുണ്ട്. അത് അവരുടെ ഒരു ദൈവാനുഭവമാണ് അവർ പറയണത്. എന്താ പറയണത്? എനിക്ക് ഉടമ്പടി ജീവിച്ചു കഴിഞ്ഞപ്പോൾ, അങ്ങനെയാണ് അവർ പറയണത്, ഉടമ്പടി ജീവിച്ചു കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായ മിനിമം നോളജ് എന്ന് പറയുന്നത് എന്താണ്? കൃപാസനം നിത്യതയിലേക്കുള്ളൊരു പാലമാണെന്ന്. എന്തൊക്കെ ഈ ആൾക്കാർ പറയണമെന്ന് കേട്ടതൊക്കെ. അതായത് ഉടമ്പടി ജീവിച്ച് കഴിഞ്ഞപ്പോൾ അവർ പറയുന്ന വാക്കുകളെല്ലാം ശ്രദ്ധിക്കണം. എന്താണ്? ഉടമ്പടി ജീവിച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായത്, കുറഞ്ഞ വാക്കിൽ പറയാം, കൃപാസനം നിത്യതയിലേക്കുള്ള ഒരു പാലമാണെന്ന്. പ്രൈസ് ദി ലോർഡ്. ഇതാണ് ഈടുറ്റ സാക്ഷ്യങ്ങൾ എന്നൊക്കെ പറയണത്.
ഇത് ക്രിസ്ത്യാനികൾ പറയണില്ലല്ലോ ഇത് ഇങ്ങനെ. അതാണ് വിഷയം. അപ്പോൾ അതായത് അവർ ശിശുക്കൾക്ക് വെളിപ്പെടുത്തി കൊടുത്തെന്ന് പറഞ്ഞ് ഈശോ പറഞ്ഞില്ലേ, ബുദ്ധിമാന്മാരിൽ നിന്ന് വിവേകികളിൽ നിന്ന് മറച്ചു വെച്ച് ടേക്ക് ദ വേർഡ് ഓഫ് ഗോഡ്. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ സ്തുതി, യേശുവേ ആരാധന. നിന്നെ നിത്യതയോടടുപ്പിക്കുന്ന എല്ലാ അനുഭവങ്ങൾക്കും നന്ദി. എന്നെ നല്ല ശിഷ്യനാക്കിയിടുന്ന എല്ലാ കുരിശുകൾക്കും നാഥാ നന്ദി. ലൂക്ക 10:21. ലുക്കായുടെ സുവിശേഷം 10-21 വാക്യം. ആ സമയം തന്നെ പരിശുദ്ധാത്മാവിൽ ആനന്ദിച്ച് അവൻ പറഞ്ഞു, സ്വർഗത്തിന്റെയും ഭൂമിയുടെയും കർത്താവായ പിതാവേ, അവിടുത്തെ ഞാൻ സ്തുതിക്കുന്നു. എന്തെന്നാൽ അങ്ങ് ഇവ ജ്ഞാനികളിൽ നിന്നും ബുദ്ധിമാന്മാരിൽ നിന്നും മറച്ചു വെക്കുകയും ശിശുക്കൾക്ക് വെളിപ്പെടുത്തുകയും ചെയ്തു. ശിശുക്കൾ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇങ്ങനെ ഇള ഒഴുക്കി അമ്മയുടെ മടിയിരിക്കുന്ന സംഭവമല്ല. മറിച്ച് എന്താണ്? എല്ലാത്തിനും ശിശുക്കളുടെ മുമ്പിൽ എല്ലാം അത്ഭുതമായിരിക്കും, എല്ലാം ആകാംക്ഷയിരിക്കും, എല്ലാം അത്ഭുതം. അത് ദൈവത്തെ ഫ്രഷായിട്ട് കേൾക്കുന്നവർ എല്ലാത്തിനെക്കുറിച്ചും ഒരു ആകാംക്ഷയും എല്ലാം അത്ഭുതം. അടുത്തത് എന്താണ്, ഇനിയുള്ള ജീവിതം എങ്ങനെയാണ്, ഇങ്ങനെ ആകാംക്ഷയും ദൈവത്തെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടവർക്ക് ആകാംക്ഷ ഉണ്ടാകും. അത് ശിശുക്കളുടെ ഏറ്റവും വലിയ ഗുണം അതാണ്. അപ്പം അങ്ങനെ ഈ ഉടമ്പടിയെക്കുറിച്ച് നിങ്ങൾക്ക് എൻ്റെ മക്കളെ, എനിക്ക് നിങ്ങളോടുള്ള വീണ്ടും ഒരു അപേക്ഷ, നിങ്ങൾ ഈ വെച്ചിരിക്കുന്ന 6 നിയോഗങ്ങൾ നിങ്ങൾ മറക്കണം. 6 നിയോഗങ്ങൾ, 6 അതിനേക്കാൾ വലിയ കാര്യങ്ങൾ ചെയ്യുമെന്ന് ഈശോ പറഞ്ഞത് അല്ലേ? അങ്ങനെ ഈശോ പറഞ്ഞിട്ടുണ്ട്. വലിയ കാര്യങ്ങൾ. ശ്രുതികട്ടെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ ആരാധന ആരാധന. മഹത്വം. ശക്തനായ ദൈവം വന്മാരങ്ങൾ ചെയ്യാൻ സർവശക്തിയോടെ ശക്തനായ ദൈവം വന്മാരങ്ങൾ ചെയ്യാൻ സർവശക്തിയോടെ യോഹന്നാൻ 14:12. സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, എന്നിൽ വിശ്വസിക്കുന്നവനും ഞാൻ ചെയ്യുന്ന പ്രവർത്തികൾ ചെയ്യും. ഞാൻ പിതാവിന്റെ അടുത്തേക്ക് പോകുന്നത് കൊണ്ട് ഇവയേക്കാൾ വലിയവയും അവൻ ചെയ്യും. അപ്പൊ നമ്മളെപ്പോഴും ഈ ഉടമ്പടിയിൽ നമ്മൾ വെച്ചിരിക്കുന്ന വിഷയങ്ങളില്ലേ, ഇത് നമ്മൾ ദൈവവുമായിട്ട് നമ്മൾ ഒരു ബന്ധം വരാൻ വേണ്ടി നമ്മൾ ചെയ്തിരിക്കുന്ന ഒരു മിനിമം പരിപാടിയാണ്. പക്ഷെ ദൈവം ചെയ്യണതെന്ന് പറയുന്നത് ഇതിനേക്കാൾ വലിയ നമുക്ക് കിട്ടുന്ന ഓഫർ എന്താ? നമുക്ക് കിട്ടിയിരിക്കുന്ന ഓഫർ എന്താണ്? ഞാൻ എൻ്റെ പിതാവിൻ്റെ 14:12 അല്ലേ,
ഞാൻ എൻ്റെ പിതാവിൻ്റെ അടുക്കിലേക്ക് പോകുന്നതിനാൽ ഇവയേക്കാൾ വലിയ കാര്യങ്ങൾ നിങ്ങൾ ചെയ്യും. പ്രൈസ് ദി ലോർഡ്. അതാണ് വാഗ്ദാനം കിട്ടിയിരിക്കുന്നത്. ഉടമ്പടി എന്തിൻ്റെ പ്രാർത്ഥനയാണ്? വാഗ്ദാനം പ്രാപിക്കാനുള്ള പദ്ധതി പ്രാർത്ഥനയാണ്. ഉടമ്പടി എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ്? കുറഞ്ഞ വാക്കിൽ എന്താ പറയണത്? ഉടമ്പടി വാഗ്ദാനം പ്രാപിക്കാനുള്ള പദ്ധതി പ്രാർത്ഥനയാണ്. അതായത് ഉടമ്പടിയുടെ വിഷയം പ്രാർത്ഥനയാണ്, പക്ഷേ അതിൻ്റെ പ്രശ്നം എന്താണ്? അത് പ്രോജക്റ്റ് പ്രെയറാണ്, പദ്ധതി പ്രാർത്ഥന. ഒരു പദ്ധതിയുടെ ഭാഗമായുള്ള പ്രാർത്ഥന അതിൻ്റെ അകത്തുള്ളത്, പദ്ധതിയുടെ ഭാഗമായിട്ടുള്ള പ്രാർത്ഥനയാണ്. അപ്പം പദ്ധതി കൊണ്ട് എന്താണ്? അവൻ പറയണ പോലെ ചെയ്യുന്നതാണ് പദ്ധതി. അപ്പം അവൻ പറയുന്ന പോലെ ചെയ്യണമെങ്കിൽ എന്ത് വേണം? വിശ്വാസം വേണം, സ്നേഹം, പ്രത്യാശ വേണം, പിന്നെ എന്ത് വേണം? സ്നേഹം വേണം. ഇതിനൊക്കെ ഗ്രോത്ത് വേണം. അതാണ് വിഷയം. നിങ്ങൾ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഉടമ്പടി ഒരു പദ്ധതി പ്രാർത്ഥനയാണ്. അതിൻ്റെ പദ്ധതി എന്ന് പറയുന്നത് എന്താണ്? അവൻ പറയണത് പോലെ ചെയ്യുന്നതാണ്. അപ്പം ചെയ്യുമ്പോൾ ഈ ആഴ്ച ചെയ്തതുപോലെ അടുത്ത ആഴ്ച ചെയ്യാൻ പറ്റത്തില്ല. എന്താണ്? ഒരു ഗ്രോത്ത് വേണം അവിടെ. എങ്ങനെയാണ്? എന്തൊരു ഗ്രോത്ത് വേണം? ചെയ്യുന്ന ചെയ്വനയിൽ വിശ്വാസത്തിൽ ഗ്രോത്ത്, വളർച്ച വേണം. പിന്നെന്ത് വേണം? പ്രത്യാശയിൽ വളർച്ച വേണം. പിന്നെന്ത് വേണം? സ്നേഹത്ത് വളർച്ച വേണം. ഇപ്പം ചെയ്യുന്ന ചെയ്യത്തിൽ പക്ഷെ നമ്മൾ കണ്ടുവന്നിരിക്കുന്നത് എന്താണെന്നറിയാവോ? ഇപ്പോൾ 2 പുതുക്കി 3 പുതുക്കി വന്നിരിക്കുന്നത് ഈ ഡെഡ് ബോഡി പോലെ ചില ആൾക്കാരൊക്കെ വരുന്നുണ്ട്. 3 പുതുക്കിയിട്ടുണ്ട്, പക്ഷെ മുമ്പുണ്ടായിരുന്ന ജീവൻ പോലെ ഇനിയിപ്പോൾ ഇല്ല. അച്ഛനെ കാണാൻ വരുന്ന പുതുക്കിയ ആൾക്കാർ വരുമ്പോൾ നിങ്ങൾ വളരെ ശ്രദ്ധിക്കണം. എന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ പുതുക്കണത് എന്തിലാണ്? സ്നേഹത്തിലാണ് പുതുക്കണത്, വിശ്വാസത്തിലാണ് പുതുക്കണത്, പ്രത്യാശയിലാണ് പുതുക്കണത്. അതനുസരിച്ച് ഒരു ഗ്രോത്ത് വന്നിരിക്കണം ശരിക്കും. ഇപ്പം ഈ റിനിയുടെ സാക്ഷ്യം കേട്ട് കഴിഞ്ഞാൽ നമ്മൾ കണ്ണ് നിറഞ്ഞു പോകും. അവൾ പറയണത്, എനിക്ക് ഈ വചനം കേൾക്കണമെന്ന് പറയുമ്പോഴേ ഒന്ന് നോക്കണേ. ഫസ്റ്റ് ടൈം ഉടമ്പടി വന്ന ആൾക്കാരാണ് പറയണത്. എന്താ പറയുക? എനിക്ക് വചനം ഇപ്പോൾ കുറച്ച് ദിവസം പുതുക്കി കഴിഞ്ഞപ്പോൾ മനസ്സിലായത്, എനിക്ക് വചനം കേൾക്കണമെന്ന് തോന്നുമ്പോൾ തൊഴുത്തിൽ നിന്ന് അഴിച്ചു വിടുന്ന ആടുകളുടെ കൊതിയാണെന്ന്. അപ്പം തൊഴുത്തിൽ നിന്ന് അഴിച്ചു വിടുമ്പോൾ ആടുകളെല്ലാം കൂടി പെട്ടെന്ന്, ആട് വളർത്തുന്നവർക്ക് മനസ്സിലാവും, അവർ കലക്ക വെള്ളത്തിലേക്ക് ഓടും, പുല്ലിലേക്ക് ഓടും, എന്തൊരു ഉശിരിപ്പോടും എന്തൊരു പോണത്. അപ്പം വചനം കേൾക്കണമെന്ന് പറയുമ്പോൾ പ്രത്യേക ഉത്സാഹവും പ്രത്യേക പ്രസരിപ്പുമാണ്. അല്ലാതെ ഇനിയിപ്പോൾ ധ്യാനം കൂടണമല്ല. ഇപ്പം നമ്മൾ പറയുമോ, ഇന്ന് ഞാൻ ഉടമ്പടി എടുത്താണല്ലോ, ഇനിയിപ്പോൾ ഇന്ന് ചൊവ്വാഴ്ച അല്ലേ, അപ്പോൾ ഇന്ന് ഞാൻ ഓൺലൈനിൽ ധ്യാനം കൂടണമല്ല. ഇങ്ങനെ ചെയ്യുമ്പോൾ അളിഞ്ഞ മോന്ത വെക്കും. എന്താ പറയുക? ഇത് ഉടമ്പടി എടുക്കരുതായിരുന്നു. നിങ്ങൾ വയറ്റിപ്പഴപ്പിന് വേണ്ടി എന്തോ ഉണ്ടാക്കാൻ വന്നിരിക്കുകയാണ്. ദിസ് ഈസ് നോട്ട് റൈറ്റ്. ഇതെന്ന് പറഞ്ഞാൽ ഒരു ദൈവത്തിലേക്കുള്ള ഒരു ചലഞ്ചാണിത്. കാരണം നിങ്ങൾക്ക് പിറകെ വന്നവർ ഇന്ന് നിങ്ങളുടെ മുമ്പിൽ എത്തിയിരിക്കുന്നത്, അതിന് നിങ്ങൾ സമാധാനം പറയേണ്ടി വരും. നിങ്ങളുടെ പിറകിൽ കടന്നിരുന്ന ആൾക്കാർ നിങ്ങളുടെ മുമ്പിൽ എത്തിയിരിക്കുന്നു, ദൈവസ്നേഹത്തിലും സുവിശേഷ സാക്ഷ്യത്തിലും. അതുകൊണ്ട് തന്നെ എപ്പോഴും നമ്മുടെ മുമ്പിലെ ഓരോ ഉടമ്പടി പുതുക്കൽ കഴിയുമ്പോൾ പുതിയ പ്രസരിപ്പ്. നിങ്ങൾക്കറിയാവില്ല, ദൈവത്തിന് പണ്ട് മുതലുള്ള ഓഫറിംഗ് ആണ് ഈ പുതിയ തൈലം എന്നൊക്കെ പറയണത്. ഓരോ പുതുക്കലിലും പുതിയ തൈലമാണ് തരണത്. അത് പുതിയ ഉടമ്പടി തൈലം എന്നല്ല പറഞ്ഞത്, പുതിയ അഭിഷേകം, പുതിയ സാധ്യതകളും പുതിയ സഹനങ്ങളെ അതിജീവിക്കാനുള്ള പുതിയ അഭിഷേകം. അത് ഓഫറുള്ളതാണ്. 92:10 എടുത്തേ സങ്കീർത്തനം ശ്രുതിക്കട്ടെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. സങ്കീർത്തനം 10-ാം തിരുവചനം. എന്നാൽ അവിടുന്ന് എന്റെ കൊമ്പ് കാട്ടുപോത്തിന്റെ കൊമ്പ് പോലെ ഉയർത്തി. അവിടുന്ന് എന്റെ മേൽ പുതിയ തൈലം ഒഴിച്ചു. അപ്പൊ ദൈവത്തിന്റെ ഒരു പരിപാടി എന്താണെന്ന് അറിയാവാ?
നമ്മുടെ കൊമ്പ് എന്തുകൊണ്ട് എന്താണ്? പവറാണ്, ശക്തിയാണ്. അതായത് എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കണം. ഉടമ്പടിയിലൂടെ ലഭിക്കുന്ന ആൾക്കാരുടെ ഇപ്പം തന്നെ സുധീറിൻ്റെ കുമാറിൻ്റെ സാക്ഷ്യം എന്താ? അയാളുടെ കൊമ്പ് ദൈവം ഇങ്ങനെ കാട്ടുപോത്തിൻ്റെ കൊമ്പ് പോലെ ഉയർത്തു വന്ന് വെച്ച് കഴിഞ്ഞാൽ അയാളുടെ പവർ ഉയർത്തി, ശക്തി ഉയർത്തി. ദൈവത്തോട് കൂടെ നിൽക്കുന്നവൻ്റെ ശക്തി ഇങ്ങനെ കൂടിക്കൊണ്ടേയിരിക്കും. അങ്ങനെ ശക്തി കൂടെ കൊണ്ടിരിക്കാൻ കാര്യം എന്താണ്? പ്രസാദമാണ്. പ്രസാദം കിട്ടുമ്പോഴാണ്, അതായത് കൃപ കിട്ടുമ്പോഴാണ്, അനുഗ്രഹമല്ല, പവർ ഓഫ് ഗോഡ്. ശക്തി എന്ന് പറയുന്നത് എന്താണ്? ശക്തി എന്നും കൃപയുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്. ദൈവത്തിൻ്റെ ശക്തിക്ക് കൃപയെന്നും പറയും, ദൈവത്തിൻ്റെ കൃപയ്ക്ക് ശക്തി എന്നും പറയും. നമുക്ക് വേണ്ടത് അതാണ്. അതിനാണ് ഉടമ്പടി ചെയ്തിരിക്കുന്നത്. 2 കൊരിന്ത്യർ 12:9 എടുത്ത് ശ്രുതികട ഹല്ലേലൂയ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ ആരാധന, ആരാധന. 2 കൊരിന്ത്യർ 12:9. 2 കൊരിന്ത്യർ 12:9. എന്നാൽ അവിടുന്ന് എന്നോട് അരുളി ചെയ്തു, നിനക്ക് എന്റെ കൃപ മതി. എന്തെന്നാൽ ബലഹീനതയിലാണ് എന്റെ ശക്തി പൂർണ്ണമായി പ്രകടമാകുന്നത്. ഇപ്പൊ മനസ്സിലായില്ലേ? അതായത് ഉടമ്പടി ഉന്നം വെക്കുന്നത് ദൈവശക്തിയിലാണ്. ദൈവത്തിൻ്റെ ശക്തി ഷെയർ ചെയ്ത് വാങ്ങിക്കുകയാണ്. ഇതുകൊണ്ടാണ് ഇതിൻ്റെ സാധ്യതകൾ നമ്മുടെ അനന്തമാണ്. ഉടമ്പടി ഉന്നം വെക്കുന്നത് എന്തിലാണ്? ദൈവത്തിൻ്റെ ശക്തിയിലോ. ഒന്ന് പറഞ്ഞ ഉടമ്പടി ഉന്നം വെക്കുന്നത് എന്തിലാ? ദൈവത്തിൻ്റെ ശക്തി. ഇതിനാണ് കൊമ്പെന്ന് ബൈബിൾ പറയണത്. അതൊരു പ്രതീകം ഉപയോഗിക്കുകയാണ്. കാരണം മൃഗത്തിൻ്റെ ശക്തി ഇരിക്കുന്നത് എവിടെയാണ്? അതിൻ്റെ കൊമ്പിലാണ്. കാട്ടുപോത്തിനെ കണ്ടിട്ടില്ലേ? കൊമ്പിൽ പിടിച്ച് കടുവാനെ വരെ എറിഞ്ഞു കളയും. നമ്മൾ ഈ ആനിമൽ പ്ലാന്റൊക്കെ കാണുമ്പോഴല്ലേ നമ്മളവർക്ക് ഇപ്പം ഈ കാട്ടുപോത്തിനെ സിംഹം തിന്നുവന്ന് എവിടെയായിട്ട് ഇവൻ്റെ പള്ളക്കെട്ട് കുത്തിയിട്ട് ഇവനെ എറിയും. എറിഞ്ഞിട്ട് സിംഹം വന്ന് 4 കാല് ഇടിഞ്ഞു പൊടിഞ്ഞ് വീണ കാണാൻ താഴെ. കൊമ്പിലാണ് പവർ ഇരിക്കുന്നത്. അപ്പോൾ നമ്മുടെ പവർ ഇരിക്കുന്നത് എവിടെയാണ്? മനുഷ്യൻ്റെ പവർ ഇരിക്കുന്നത് എവിടെയാണ്? കൃപയിലാണ്, ഇല്ലേ? ഇപ്പം കുഞ്ഞുങ്ങൾക്ക് കരച്ചിൽ ബലം എന്നൊക്കെ പറയത്തില്ലേ? കുഞ്ഞുങ്ങൾക്ക് കരച്ചിൽ ബലം പഴയ നീതിസാരത്തിലുള്ളതാണ്. എന്താണ് കുഞ്ഞുങ്ങൾക്ക് കരച്ചിൽ ബലം, അല്ലേ? മത്സ്യത്തിന് വെള്ളം ബലം, പക്ഷിക്ക് ആകാശം ബലം, ദൈവ പൈതലിന് കൃപ ബലം. കൈയടിക്കട്ടെ, ശ്രുതിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായി. അപ്പോൾ ദൈവമായിട്ട് ഉടമ്പടിയിലൂടെ ദൈവശക്തി ഷെയർ ചെയ്യുമ്പോൾ നിങ്ങൾ എപ്പോഴും ഈ ബലത്തെക്കുറിച്ച് ചിന്ത വേണം. എന്തിനാണ് ഉടമ്പടി എടുക്കുന്നത്? ഉടമ്പടി ദൈവത്തിൻ്റെ ബലം പ്രാപിക്കാനാണ്. ദൈവത്തിൻ്റെ ബലത്തിൻ്റെ പേരെന്താണ്? കൃപയ്ക്ക് ബൈബിൾ എന്താ പറയണത്? പ്രസാദം. അതാണ് ഈ പറഞ്ഞിരിക്കുന്നത്. ഓരോ ഇപ്പം നമ്മൾ ഈ സങ്കീർത്തനം 89:17 എടുത്തേ. സങ്കീർത്തനം 89:17 ശ്രുതികട ഹല്ലേലൂയ. 89-ാം സങ്കീർത്തനം 17-ാം തിരുവചനം. അങ്ങാണ് അവരുടെ ശക്തിയും മഹത്വവും. അങ്ങയുടെ പ്രസാദം കൊണ്ടാണ് ഞങ്ങളുടെ കൊമ്പ് ഉയർന്നു നിൽക്കുന്നത്. കൊമ്പ് ഉയർത്തുന്നത് എങ്ങനെയാണ്? പവർ ഉണ്ടാക്കുന്നത് എങ്ങനെയാണ്? അങ്ങയുടെ പ്രസാദം കൊണ്ടാണ്, നോട്ട് ബ്ലെസ്സിങ്. അതാണ് വിഷയം. അത് എപ്പോഴും നമ്മൾ ഉടമ്പടിക്കാർ ശ്രദ്ധിക്കണം. അങ്ങയുടെ എന്ന് പറഞ്ഞ സങ്കീർത്തനം 89:17 അങ്ങയുടെ പ്രസാദം കൊണ്ടാണ്, അങ്ങയുടെ കൃപ കൊണ്ടാണ് ഞങ്ങളുടെ ശക്തി ഉയർന്നു നിൽക്കുന്നത്. അപ്പൊ ശക്തിപ്പെടണമെങ്കിൽ നമുക്ക് എന്ത് വേണം? നമുക്ക് ഉപരി ശക്തി ധരിക്കണമെങ്കിൽ എന്ത് വേണം?
കൃപ വേണം. കൃപയ്ക്ക് നമ്മൾ എന്താ ചെയ്യണത്? ഇവിടെ അവൻ പറയണത് പോലെ നമ്മൾ ചെയ്യും. അപ്പം അതിൻ്റെ ഉദ്ദേശം എന്താണ്? അനുഗ്രഹമല്ല, ബ്ലെസ്സിങ്സ് അല്ല. ബ്ലെസ്സിങ്സ് എന്ന് പറയുന്നത് ഇഫക്റ്റാണ്. എന്തും സംഭവിക്കാം. 6 കാര്യങ്ങളല്ല, ചിലപ്പോൾ 600 കാര്യം സംഭവിക്കും. മനസ്സിലായില്ലേ? 6 കാര്യങ്ങളല്ല, ചിലപ്പോൾ അത് അടിസ്ഥാനപരമായിട്ട് ഇട്ടിരിക്കുന്നതാണ്. 600 കാര്യങ്ങൾ സംഭവിക്കും. എന്താ കാര്യം? അത് ഓഫറിങ്ങിൽ ദൈവത്തിൻ്റെ വാഗ്ദാനത്തിലുള്ളതാണ്. ഞാൻ എൻ്റെ പിതാവിൻ്റെ അടുക്കലേക്ക് പോകുന്നതുകൊണ്ട് വലിയ കാര്യങ്ങൾ നിങ്ങൾ കാണും, ചെയ്യുമെന്ന് പറയണം എൻ്റെ കാര്യം. അപ്പം ഈ അനുഗ്രഹങ്ങൾക്ക് അറുതിയില്ല ശരിക്കും. ഇപ്പം തന്നെ അത് ഏത് അവസ്ഥയിലും നമുക്ക് ആർജിക്കാൻ പറ്റും. നമുക്ക് ഈ മിനിമം ബന്ധം ഉണ്ടായാൽ മതി. ഏത് അനുഗ്രഹവും ഏത് അവസ്ഥയിലും നമുക്ക് ആർജിക്കാം. എന്താണ്? ഈ ബന്ധം ഉണ്ടായാൽ മതി. ഇപ്പം അയാൾ കണ്ണ് കാണാൻ, അപ്പനും മകനും കണ്ണ് കാണാൻ പാടില്ല. ആർക്കൊക്കെയാണ്? സുധീർ കുമാറിനും മകൻ ദിനദേവിനും കണ്ണ് കാണാൻ പാടില്ല. അവൻ പറഞ്ഞത് എന്താണ്? അവർക്ക് പബ്ലിക് കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗ് പഠിക്കണം. അങ്ങനെ അവർ കൊണ്ടുപോയി. അപ്പോൾ അവർ പറഞ്ഞു അഡ്മിഷൻ, കണ്ണ് കാണാൻ പാടാത്തവർക്ക് അഡ്മിഷൻ തരുന്നതെന്ന് പറഞ്ഞു. സ്വാഭാവികമാണ്. അപ്പോൾ അവന് ഭയങ്കര സങ്കടമായി. അപ്പൻ എന്തോ ജോലിക്ക് പോകുന്നുണ്ട്, അന്ധനാണെങ്കിലും ജോലിക്ക് പോകുന്നുണ്ട്. 100% അന്ധനാണേ. അയാൾക്ക് പറ്റേണ്ട ജോലിക്ക് അയാൾ പോകുന്നുണ്ട്. പോയിട്ട് ഒരു മകനിങ്ങനെ ദുഃഖം പിടിച്ചിരിക്കുകയാണ്. അവൻ്റെ സ്വരം കേൾക്കണില്ല അപ്പന്. അപ്പം എന്നാ പറ്റി? നീ ഇല്ല ഇവിടെ? ഉണ്ടപ്പാ, അവർ അഡ്മിഷൻ തരികയില്ലെന്ന് പറഞ്ഞെന്ന് പറയും. അപ്പോഴീ ഉടനെ അപ്പം പറയും, അത് മാതാവല്ലേ പറയേണ്ട, അവരാണോ പറയേണ്ടതെന്ന് ചോദിക്കും. ഇതൊക്കെയാണ് പ്രശ്നം. ഇതൊക്കെ പ്രശ്നം തന്നെയാണ്. പെട്ടെന്ന് തന്നെ റെസ്പോൺസ് കണ്ടില്ലേ? അവർ അഡ്മിഷൻ തരികയില്ലെന്ന് ആരാ പറയേണ്ടത്? അവരല്ലല്ലോ പറയേണ്ടത്. ഞാൻ ഉടമ്പടി എടുത്തിട്ടുണ്ട്, അത് മാതാവല്ലേ പറയേണ്ടത്. വൈകുന്നേരം അപ്പോൾ ഈ മനുഷ്യന് ഒറ്റക്കിരുന്ന് ജവമാലയല്ലേ അക്രൈസനാണെന്ന് പറയണം കേട്ടോ. അതാണ് വിഷയം. ഓരോ ആൾക്കാർ കയറി പോണ പോക്ക് കണ്ടില്ലേ? ഇതെങ്ങോട്ടാ പോകണമെന്ന് അറിയത്തില്ലേ? അവർ സത്യസന്ധമായിട്ടും ആത്മാർത്ഥമായിട്ട് ഉടമ്പടിയിലേക്ക് വരണതേ. അവർ ചെയ്യണ കണ്ണും പൂട്ട് ചെയ്യണം. അത് മാതാവല്ലേ പറയേണ്ടത്, അവരാണോ പറയേണ്ടതെന്ന്. കാരണം ഞാൻ ഉടമ്പടിത്തിരിക്കുന്നത് അവരുമായിട്ടല്ല, അമ്മയുമായിട്ടാണ്. അമ്മ പറയട്ടെ. അമ്മ ഇവൻ കൊന്തയിലേക്ക് കഴിയുമ്പോൾ പറയുമ്പോൾ അതിന് ചട്ടം ഉണ്ടാകാൻ തീർക്കാൻ പറയാൻ പറഞ്ഞ്. പരിശുദ്ധാത്മാവിലല്ല അമ്മ നിറഞ്ഞു നിൽക്കണത്. അപ്പം പരിശുദ്ധാത്മാവിനെ കൊടുത്തിട്ട് അമ്മ പറയും, അവന് ബോധം കൊടുത്തു. അതിന് ഏത് ചട്ടം വഴിയാണ് എൻ്റെ മകന് അഡ്മിഷൻ കൊടുക്കാത്തതെന്ന് അവരോട് ചോദിക്കാൻ പറഞ്ഞു. ഇവൻ രാവിലെ പോയിട്ട് അപ്പം പോയിട്ട് നേരെ പ്രിൻസിപ്പൾ സാറേ ഏത് ചട്ടം വഴിയാണ് എൻ്റെ മകന് അഡ്മിഷൻ തരത്തില്ലെന്ന് നിങ്ങൾ പറയണത്? ആ ചട്ടം ഏതാണെന്ന് എന്നോട് പറയണമെന്ന് പറഞ്ഞു. അവർ പബ്ബജബ അടിക്കും. ചട്ടം ഒന്നും ഇല്ല. അഡ്മിഷൻ കൊടുക്കും ഉടനെ. ആ മകന് ഉടനെ അഡ്മിഷൻ എഴുതി കൊടുക്കും. സംഗതി ഒരു വിഷയം ദൈവ പൈതൽ സോൾവ് ചെയ്യുന്ന രീതി കണ്ടില്ലേ? ഞാൻ എന്താ നിങ്ങളോട് പറഞ്ഞത്? ഞാൻ നിനക്ക് മുമ്പേ എൻ്റെ ദൂതനെ അയക്കുമെന്ന് അതിനർത്ഥം എന്താ? നമ്മൾ മുന്നോട്ടേ പോകത്തുള്ളൂ, പുറകോട്ട് പോകത്തില്ലെന്നാണ്. ശ്രുതികട ഹല്ലേലൂയ. ഞങ്ങൾക്ക് മുമ്പേ ദൂതനയച്ച് ഞങ്ങളുടെ വഴിയൊരുക്കി വിജയത്തിലെത്തിക്കുന്ന അവിടുത്തെ സ്നേഹത്തിന്, കരുതലിന്, കാരുണ്യത്തിന് നന്ദി പറയുന്നു. കൃപ നിനക്കു മതി, കർത്താവിൻ തിരുവചനം. എന്റെ കൃപ നിനക്കു മതി, കർത്താവിൻ തിരുവചനം. അനശ്വരമായ വചനമതേ അതിശയമായി നടത്തിടുന്നു. അനശ്വരമായ വചനമതേ അതിശയമായി നടത്തിടുന്നു. കൃപയാലേ കൃപയാലേ കൃപയാലനുദിനവും, കൃപയാലേ കൃപയാലേ കൃപയാലനുദിനവും. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഇപ്പോൾ പരിശുദ്ധാത്മാവ് എന്താ നമ്മൾ പറയണത്? ഞാൻ നിനക്ക് മുമ്പേ എൻ്റെ ദൂതനെ അയക്കുമെന്ന് പറഞ്ഞാൽ എൻ്റെ അർത്ഥം എന്താണ്? നമ്മൾ മുമ്പോട്ടേ പോകത്തുള്ളൂ, പുറകോട്ട് പോകത്തില്ല. എന്താ കാര്യം? നമ്മൾ മുമ്പോട്ടേ പോകാവൂ, പുറകോട്ട് പോകരുത് എന്ന് പറയുന്നതിന് പകരം ദൈവം പറഞ്ഞ എന്താണ്? ഞാൻ നിനക്ക് മുമ്പേ എൻ്റെ ദൂതനെ അയക്കും എന്ന് പറഞ്ഞ്. ഞാൻ നിനക്ക് മുമ്പേ എൻ്റെ ദൂതനെ അയക്കും. അപ്പം നമ്മൾ മുമ്പോട്ടേ പോകത്തുള്ളൂ, പുറകോട്ട് പോകത്തില്ല. നമ്മൾ മുമ്പോട്ടേ പോകാവൂ എന്ന് പറയാൻ വേണ്ടിയാണ് കർത്താവിൻ്റെ വചനം പറയണത്. ഞാൻ നിനക്ക് മുമ്പേ എൻ്റെ ദൂതനെ അയക്കും. കൈയടിച്ച് ശ്രുതിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, മഹത്വം, മഹത്വം, ആരാധന, ആരാധന. ഹല്ലേലൂയ.
കൃപയാലേ 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 അനുദിനവും കൃപയാലേ 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 അനുദിനവും കൃപയാലേ അനുദിനവും. പ്രൈസ് ദി ലോർഡ്. ഈ അന്ധനായ അപ്പനും മകനും ജീവിതത്തിൻ്റെ വെല്ലുവിളി അഭിമുഖീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോകണം കണ്ടില്ലേ? ഉടമ്പടിയിൽ അമ്മയുടെ കൈ പിടിച്ചുകൊണ്ട് മുമ്പോട്ട് പോവുകയും അവൻ +1 പാസ്സായി കമ്പ്യൂട്ടർ എഞ്ചിനീയറിങ്, അതുപോലെ തന്നെ അവൻ +2 പാസ്സായി. അപ്പോൾ അവൻ്റെ അടുത്ത പ്രശ്നം അവന് ബിടെക്കിന് പോകണം. അതാണ് അവൻ്റെ അടുത്ത പരിപാടി. മുമ്പോട്ട് തന്നെ പോവുകയാണ് അവരെ. അപ്പോൾ എങ്ങനെയാണ് ഈ അന്ധന്മാർ രണ്ടുപേരും കൂടി അപ്പനും മകനും കൈ പിടിച്ച് മാതാവിൻ്റെ കൈയും പിടിച്ച് മുമ്പോട്ട് പോകണത്? മനോഹരമായൊരു സാക്ഷ്യമാണ്. ഞാൻ തന്നെ ഓർക്കുന്നത് എന്തൊരു വെല്ലുവിളിയാണ്. മനുഷ്യന് നമ്മൾ അന്ധന്മാരാണെങ്കിൽ നമ്മൾ പ്രാർത്ഥിക്കണത് ഈ ബിടെക്കിന് വേണ്ടിയല്ലേ പ്രാർത്ഥിക്കണം? ആദ്യം കണ്ണു തുറന്നു പറഞ്ഞാലേ പ്രാർത്ഥിക്കത്തുള്ളൂ, അല്ല ഒന്ന് ചിന്തിച്ച് നോക്കിയേ. നമ്മൾ അന്ധന്മാരാണെങ്കിൽ നമ്മൾ ബിടെക്കിന് വേണ്ടിയാണ് പ്രാർത്ഥിക്കുന്നത്, അല്ല കണ്ണു തുറന്നു തരാൻ ആദ്യം പ്രാർത്ഥിക്കത്തുള്ളൂ. അപ്പോൾ അതിലേക്ക് ചേർന്ന് നിൽക്കുകയാണ്. അപ്പോൾ പക്ഷേ ബിടെക്കിന് ചെല്ലുമ്പോൾ അവിടെ പ്രശ്നം ഉണ്ടാവും. ബിടെക്കിന് വരുമ്പോൾ അവർ പറയും അഡ്മിഷൻ ഇല്ല എന്ന് പറയും. എന്താ കാര്യം വെച്ച് കഴിഞ്ഞാൽ സാങ്കേതിക വിദ്യാഭ്യാസമാണ്. സാങ്കേതിക വിദ്യാഭ്യാസത്തിന് 40% വൈകല്യമേ പാടുള്ളൂ. ഇതിപ്പോൾ 100% വൈകല്യമാണ്. 40% വൈകല്യമേ ഉണ്ടെങ്കിൽ സാങ്കേതിക വിദ്യാഭ്യാസം കൊടുക്കാവുന്നതാണ് ഗവൺമെൻറ് നിയമം. അപ്പം അതുകൊണ്ട് 100% വൈകല്യമായതുകൊണ്ട് ബിടെക്കിന് സ്ക്രീൻ പോലും കാണാൻ പറ്റാത്ത ആൾക്കാർക്ക് അഡ്മിഷൻ കിട്ടത്തില്ലെന്ന് പറയും. പക്ഷേ ഈ അപ്പനും മകനും അതിന് വേറൊരു മാർഗം കണ്ടുപിടിക്കും. എന്ന് വെച്ച് കഴിഞ്ഞാൽ അവൻ്റെ എൻട്രൻസ് എക്സാമല്ലേ, എൻട്രൻസ് എക്സാമിന് സ്ക്രൈബിനെ വെച്ച് എൻട്രൻസ് തോറ്റ് കഴിഞ്ഞാൽ അതിന് മുമ്പ് ഒരു എൻട്രൻസ് ഉണ്ടല്ലോ, എൻട്രൻസിനാണ് ഇവരുടെ ഏറ്റവും വലിയ അനുഭവം എന്ന് പറയണത്. എൻട്രൻസിൽ വരുമ്പോൾ എൻട്രൻസിൽ വെച്ച് ഇങ്ങനെയുള്ള ആൾക്കാർ തള്ളിപ്പോകത്തില്ലേ? അപ്പോൾ എൻട്രൻസിന് ചെയ്യണമെങ്കിൽ ഇവന് ചെയ്യാൻ പറ്റത്തില്ല, സ്ക്രൈബിനെ വെച്ച് ചെയ്യാം. അപ്പോൾ വേറെ ഒരാളെ വാടകയ്ക്ക് എടുക്കണം, എഴുത്തുകാരന് നിയമപരമായിട്ട് വേറെ ഒരാളെ കണ്ണ് കാണാവുന്ന ഒരാളെ വാടകയ്ക്ക് എടുക്കണം. വാടകയ്ക്ക് എടുക്കുമ്പോഴുള്ള കുഴപ്പമെന്ന് വെച്ച് കഴിഞ്ഞാൽ ബിടെക്കുകാരൻ്റെ എൻട്രൻസിന് വാടകയ്ക്ക് എടുക്കേണ്ട ആൾ സ്ക്രൈബിന് +1 വിദ്യാഭ്യാസമേ പാടുള്ളൂ. കാര്യം എന്താണ്? ഇവന് കൂടുതലുണ്ടായി കഴിഞ്ഞാൽ ഈ സ്ക്രൈബിന് ഇവനേക്കാൾ കൂടുതൽ വിദ്യാഭ്യാസം ഉണ്ടായാൽ അവൻ്റെ അറിവ് ഇവൻ്റെ ഉത്തരത്തിൽ വരണ കാരണം ഇവൻ ജയിക്കും, കള്ളജയമായിരിക്കും അത്. അത് കാരണം ഗവൺമെൻറ് പറഞ്ഞിരിക്കുന്നത് സ്ക്രൈബിന് വാടകയ്ക്കെടുത്ത് നിൻ്റെ പരീക്ഷ അവനെടുത്ത് നീ പറഞ്ഞു കൊടുക്കുന്നു, അവൻ എഴുതുന്നു, പക്ഷെ അവന് വിദ്യാഭ്യാസം നിന്നേക്കാൾ കുറവായിരിക്കണം, +1 പാടുള്ളത്. അപ്പോൾ +1 ഒരു വിദ്യാർത്ഥിയെ കണ്ടുപിടിക്കും. നോക്കിയേ, ജീവിതം കുറച്ച് പരിഷ്കമാണെങ്കിലും അമ്മയോട് കൂടി ഇവർ മുന്നേറിക്കുകയാണ്. അമ്മയോട് കൂടി മുന്നോട്ട് പോകണ പോക്കുകയാണ്, നല്ല രസമാണ്. എന്നിട്ട് ഇവർ സ്ക്രൈബിനെ കണ്ടുപിടിക്കും, ഒരു +1 ഉള്ള ആളെ എൻട്രൻസ് കണ്ടുപിടിച്ച് കഴിയുമ്പോൾ ഉള്ള പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ അവൻ +1 സർട്ടിഫിക്കറ്റ് വേണം. അവന് +1 പഠിച്ചുകൊണ്ടിരിക്കുകയല്ലേ, +1 +2 പൂർത്തിയാക്കിയാലേ അവന് സർട്ടിഫിക്കറ്റ് കിട്ടത്തുള്ളൂ. അപ്പം പിന്നെ എന്താ മാർഗം? പൂർത്തിയാക്കിയതിൻ്റെ സർട്ടിഫിക്കറ്റ് കൊടുക്കാൻ പറയും. അവൻ 10ാം ക്ലാസ് പൂർത്തിയാക്കി, സ്ക്രൈബ് 10ാം ക്ലാസ് അവൻ പൂർത്തിയാക്കിയതാണ്. അപ്പോൾ 10ാം ക്ലാസ് വേറെ സ്കൂളിലാണ് പൂർത്തിയാക്കിയിരിക്കുന്നത്. അവിടെ ചെന്ന് പറയും, സാറേ സ്ക്രൈബിന് വേണ്ടിയാണ് ഇവൻ 10ാം ക്ലാസ് ഇവിടെ പഠിച്ചതാണെന്ന് സർട്ടിഫിക്കറ്റ് തരണമെന്ന് പറയും. അപ്പോൾ ഹെഡ് മാസ്റ്റർ പറയും, ഇവൻ ഇപ്പം പഠിക്കുന്ന സ്കൂളിൽ നിന്ന് മേടിക്കുക, ഇവിടെ പണ്ട് പഠിച്ചതാണ്, അതിൻ്റെ സർട്ടിഫിക്കറ്റ് ഇപ്പം തരാൻ പറ്റത്തില്ലെന്ന് പറയും. എന്തെല്ലാം നോക്കി, ഈ രണ്ടുപേരും അന്ധന്മാരാണ്. അന്ധന്മാർ അതിനേക്കാൾ വലിയ അന്ധന്മാരാണ് ഇവരെ ആക്രമിക്കാൻ പറ്റുന്നത്. എന്ത് കഷ്ടമാണ് ദിവസത്തിൽ ആ ജീവിതം. നമ്മളല്ലേ ഉടമ്പടിക്ക് ഞാൻ നിനക്ക് മുമ്പേ എൻ്റെ ദൂതിനെ അയക്കുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? മുന്നോട്ട് തന്നെ പോവുക, പുറകോട്ടടിക്കരുതെന്ന് അർത്ഥം. അപ്പനും മകനും മുന്നോട്ട് തന്നെ പോവുകയാണ്. മുന്നോട്ട് വന്നു കഴിഞ്ഞാൽ ഇവരെ സ്ക്രൈബിനെ കിട്ടത്തില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഇനി എന്ത് ചെയ്യുമെന്ന് പറഞ്ഞുകൊണ്ട് ഈ അപ്പനും മകനും സ്കൂൾ ഓഫീസിൻ്റെ വാതിക്കെ നിൽക്കുകയാണ്. എന്നുവെച്ചാൽ പെട്ടെന്ന് ഈ അപ്പന് തോന്നി ഉടമ്പടി കാശുരം എടുത്ത് വിശ്വാസപ്രമാണം ചെയ്യാൻ തോന്നി. അപ്പോൾ ഇവരെ പുറത്താക്കി, അവർ കൊടുക്കത്തില്ലെന്നും പറഞ്ഞ്. എന്നിട്ട് ഇവർ സ്കൂളിൻ്റെ വരാന്ത ഇരുന്നുകൊണ്ട് അപ്പൻ ഉടനെ ഈ അന്ധനായ അപ്പൻ ആ ഉടമ്പടി കാശുരം എടുത്തിട്ട് തിരുമ്മി വിശ്വാസപ്രമാണം ചെല്ലും. വിശ്വാസപ്രമാണം ചൊല്ലിക്കൊണ്ടിങ്ങനെ കണ്ണുടച്ച് വിശ്വാസപ്രമാണം ചെല്ലുമ്പോൾ പറയണേ, എനിക്ക് ഗ്ലൂക്കോമ വന്നാണ് എൻ്റെ 100% കണ്ണ് പോയത്. അത് ഭയങ്കര സാക്ഷ്യമാണത്. എനിക്ക് ഗ്ലൂക്കോമ വന്നാൽ 100% കണ്ണ് പോയത്. അപ്പോൾ അത് കരയാൻ പറ്റത്തില്ല.
കണ്ണീരില്ല. പക്ഷേ ഞാൻ ഈ വിശ്വാസ പ്രമാണം തിരിയുമ്പോൾ എൻ്റെ കണ്ണിൽ നിന്ന് കണ്ണുനീര് വന്ന്. കാര്യം എനിക്ക് അത്രയും വേദന ഉണ്ടായിരുന്നെന്ന്. ഞാനിങ്ങനെ കണ്ണീരിട്ട് നിൽക്കുന്ന സമയത്ത് പെട്ടെന്ന് ഒരു പാദസ്വരം പോലെ ഒരു സ്വരം കേട്ട്, പിന്നെ മുല്ലപ്പൂവിൻ്റെ ഒരു മണം എന്നെ കടന്നുപോയെന്ന്. അങ്ങനെ പോയി ഞാനിങ്ങനെ പ്രാർത്ഥിച്ചു നിൽക്കുകയാണ്. 5 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഈ പാദസ്വരവും, അല്ല അന്ധനല്ലേ, ഈ പാദസ്വരവും മുല്ലപ്പൂവിൻ്റെ മണവും തിരിച്ചു വന്നു. എന്നിട്ട് എനിക്കൊരു പേപ്പർ നീട്ടിയിട്ട് പറഞ്ഞു, നിങ്ങളുടെ മകന് അഡ്മിഷനായിട്ടുണ്ട്, സ്ക്രൈബിന് അനുവദിച്ചിട്ടുണ്ട്. എനിക്ക് അത് അമ്മ ഒരാളെ ചാർജ് ചെയ്തിട്ട് ആ ചേച്ചി ഓഫീസിൽ പോയി പ്രിൻസിപ്പളിനോട് സംസാരിച്ച്, പ്രിൻസിപ്പളെ ഇപ്പം ഇത് കൊടുക്കുന്നതുകൊണ്ട് സ്കൂളിന് എന്താ നഷ്ടമെന്ന് ചോദിച്ചു. ഇവർക്ക് വേണ്ടി വാദിക്കാൻ ആളെ വെച്ചമ്മ, ഇത് കൊടുക്കുന്നതുകൊണ്ട് നമ്മുടെ സ്കൂളിന് എന്താ നഷ്ടം? അവനിത് പരീക്ഷ 2 അന്ധനായ വിദ്യാർത്ഥിക്ക് പരീക്ഷ എഴുതാനല്ലേ, അത് കൊടുക്കുന്നുണ്ട് നമ്മുടെ സ്കൂളിന് വല്ല നഷ്ടം ഉണ്ടാകുന്നത്. അത് ഇവർ ശാസിച്ച് ചോദിച്ചതോടുകൂടി ഉടനെ പ്രിൻസിപ്പൾ ഒപ്പിട്ട് കൊടുക്കും. തിരിച്ച് ഇവർ തന്നെ കൊണ്ടുവന്ന് ഇവർക്ക് കൊടുക്കും. അതായത് പിന്നെ ഇത് മുന്നോട്ട് പോവുകയാണ്. എൻ്റെ വിഷയം എന്ന് പറയുന്നത്, ഇവർ പോകുന്ന സഞ്ചാരങ്ങളിൽ പ്രസൻസ്, അമ്മ ഒരു ചേച്ചിയാണ് വന്നത്, പക്ഷേ അത് അമ്മയാണെന്ന് അറിയിക്കാൻ വേണ്ടിയാണ് ഈ സുഗന്ധം വരണത്. പ്രസൻസ്, ഞാൻ പറഞ്ഞില്ലേ, പ്രസൻസ് എപ്പോഴും ഭയങ്കര സീരിയസ് ആണ്. നമ്മൾ സീരിയസ് ആണെങ്കിൽ ദൈവം 3 ഇരട്ടി സീരിയസ് ആയിരിക്കും. ഞാൻ അതാണ് പഠിച്ചത് ഉടമ്പടിയിൽ നിന്ന്. നമ്മൾ സീരിയസ് ആണെങ്കിൽ ദൈവം 3 ഇരട്ടി സീരിയസ് ആയിരിക്കും. ദൈവം ആഗ്രഹിക്കണം എന്താണെന്നറിയാമോ? നമ്മളൊന്ന് സീരിയസ് ആകാൻ വേണ്ടിയാണ്, ആത്മാർത്ഥമാകാൻ വേണ്ടി. ദൈവത്തിന് നമ്മളെ ആഗ്രഹിക്കണമെന്നുണ്ട്, അനുഗ്രഹിക്കണമെന്നുണ്ട്, പക്ഷെ അനുഗ്രഹിക്കാൻ പറ്റിയ ആത്മാർത്ഥത നമ്മുടെ കയ്യിലില്ല. അതാണ് ഒരു പ്രശ്നം. അത് നിങ്ങളൊന്ന് ചിന്തിക്കണേ. കാര്യം ഈ മനുഷ്യനോട് അലക്സസ്യൻ ചോദിച്ചു, ഈ കണ്ണും വെച്ചുകൊണ്ട് എന്ത് പ്രേക്ഷിത പ്രവർത്തനമാണ് ചെയ്യണമെന്ന് ചോദിച്ചു. അപ്പോൾ അയാൾ പറഞ്ഞു, ഞാൻ 10 കെട്ട് പത്രം ഒരാളെയും വിളിച്ചുകൊണ്ട് പോയി കൊടുത്തെന്ന്. മനസ്സിലായോ? അന്ധനായ മനുഷ്യനെ ഈ കണ്ണും വെച്ചുകൊണ്ട് എന്ത് പ്രേക്ഷിത പ്രവർത്തനം ചെയ്തതെന്ന് പറഞ്ഞപ്പോൾ അയാൾ തിരിച്ചു കൊടുത്ത ഉത്തരം എന്താ അറിയാമോ? ഞാൻ 10 കെട്ട് പത്രം പലപ്പോഴായിട്ട് കണ്ണ് കാണാവുന്ന ഒരാളുടെ കൈ പിടിച്ചുകൊണ്ട് പോയിട്ട് ഓരോ ആൾക്കാർക്കും ഈ അന്ധൻ ഈ പത്രം കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കണ്ണ് കാണാവുന്ന ആൾക്കാരുടെ പത്രം വീട്ടിൽ ഇരിക്കുകയാണ്. അതാണ് പ്രശ്നം. ഇതാണ് നിങ്ങൾ ഇരന്ന് പണി മേടിക്കണമെന്ന് പറയണത്. ദൈവത്തിൻ്റെ മുമ്പിൽ നിങ്ങൾ എലികളാണ് ശരിക്കും. ഇവിടെ സിംഹങ്ങൾ വേറെ ഉണ്ട്. സിംഹങ്ങൾ നിൽക്കുകയാണ്. അന്ധനായ മനുഷ്യൻ 10 കെട്ട് പത്രം മറ്റുള്ളവരുടെ സഹായം പിടിച്ച് അവൻ്റെ കൈക്ക് പിടിച്ചുകൊണ്ട് പോയി ഓട്ടോറിക്ഷയിലും ചന്തയിലും കൊണ്ടുനടന്ന് കൊടുക്കുകയാണ്. ആത്മാർത്ഥത എന്ന് പറയും. നമ്മളൊരു ആത്മാർത്ഥത കാണിച്ചാൽ ദൈവം 3 ഇരട്ടി ആത്മാർത്ഥത കാണിക്കും. അപ്പം ദൈവം കൊതിക്കുന്നുണ്ട്. എന്താണ്? നിങ്ങളെ കുറ്റപ്പെടുത്താനല്ല, നിങ്ങളും ആത്മാർത്ഥതയോട് ദൈവവുമായിട്ട് ജീവിക്കാൻ. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. തീക്ഷ്ണതയോടെ പ്രേക്ഷിത പ്രവർത്തനം ചെയ്യുവാൻ ഈ ആരാധനയിലൂടെ ഞങ്ങൾക്ക് അധിക അഭിഷേകം നൽകണമേ. ഹല്ലേലൂയ. ഒരുമിച്ച് പാടുക. എല്ലാവരും അമ്മേ, എൻ്റെ അമ്മേ, എൻ്റെ ഈശോയുടെ അമ്മേ, അമ്മേ, എനിക്ക് ഈശോ തന്നൊരമ്മേ. പരിശുദ്ധ പരമദിവ്യ
ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഈ അപ്പനും മകനും അന്ധരാണെങ്കിലും ഇത്രയും അടയാളങ്ങളിലൂടെയാണ് അവർ ജീവിക്കണമെങ്കിലും ഇവർക്ക് ഒരു പ്രതിയോഗിയുണ്ട് ഇവരുടെ വീട്ടിൽ തന്നെ. അതെപ്പോഴും പറഞ്ഞിട്ടുള്ളതാണ്. ഒരുവൻ്റെ ശത്രു, ഈശോ പറഞ്ഞിട്ടല്ലേ, ഒരുവൻ്റെ ശത്രു അവൻ്റെ വീട്ടിൽ തന്നെ ആയിരിക്കും. ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ ആരാധന ആരാധന ആരാധന. യേശുവേ നന്ദി. മഹത്വം മഹത്വം മഹത്വം. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഇയാളുടെ വൈഫ് ഇതിലൊന്നും വിശ്വസിക്കണില്ല. അത് ഇത്രയും അടയാളങ്ങളിലൂടെയാണ് അപ്പനും മകനും പോകണമെങ്കിലും ഇതിനെല്ലാം അവർ വെട്ടുപോത്തിനെ പോലെ വെട്ടു ഈ സംഭവം. ഇവരുടെ പ്രതിസന്ധി ഇവരുടെ വീടിനകത്ത് തന്നെയാണ്. ഇതിനെയും കൂടിയാണ് ഇയാൾ അതിജീവിക്കണമെന്ന് ഓർക്കണം. ഇതിനെയും കൂടിയാണ് ഇതിനെ അതിജീവിക്കുന്നത്. ഇപ്പോൾ നമ്മൾ ഓർക്കും വൈഫിനെ കുറ്റപ്പെടുത്താൻ പറ്റത്തില്ല. കാര്യം നിൻ്റെ വിശ്വാസത്തിന് ആക്കം കൂട്ടാൻ വേണ്ടി ദൈവം വെച്ചിരിക്കുന്ന റെഗുലേറ്ററാണ് സംഭവം. നിൻ്റെ വിശ്വാസത്തിൻ്റെ ആക്കം അതെന്താ സംഭവിക്കണമെന്ന് വെച്ചാൽ, ഒരിക്കൽ ഇതുപോലെ ഇവന് അഡ്മിഷനൊക്കെ കിട്ടിയെങ്കിലും പെട്ടെന്ന് ഈ മകൻ അപ്പനോട് ഇവൻ്റെ സ്വരം കേൾക്കണില്ല. അപ്പൻ അപ്പോൾ 2 ദിവസമായിട്ട് ഇവൻ്റെ സ്വരം അധികം കേൾക്കണില്ല. കാര്യം എന്ന് വെച്ചാൽ ഇവൻ്റെ തൊണ്ടയിലൊരു മുഴ വന്ന് നോക്കിയോ. പാവത്തങ്ങൾ ഓരോ കടനം കഴിയുമ്പോൾ വേറെ അടുത്ത സാധനം വരികയും തൊണ്ടയിലൊരു മുഴ വന്ന കാരണം അപ്പനോട് മുഴയാണെന്ന് പറഞ്ഞാൽ അപ്പന് ഭയങ്കര സങ്കടമാകത്തില്ലേ. അപ്പനെ അറിയിക്കാതിരിക്കാൻ വേണ്ടി ഇവൻ അപ്പനോട് സംസാരിക്കണില്ല. ഇവന് സങ്കടമുണ്ട്, അപ്പനോട് സംസാരിക്കണില്ല. സംസാരത്തിൻ്റെ അകത്തൊക്കെ പെശകുണ്ട് ഈ മുഴ നിൽക്കണ കാരണം. അപ്പം അതുകൊണ്ട് അപ്പൻ അറിഞ്ഞ അപ്പൻ്റെ ഇരട്ടി വേദനയാകുന്നതുകൊണ്ട് അപ്പനെ വേദനിപ്പിക്കാതിരിക്കാൻ വേണ്ടി ഇവൻ കൺട്രോൾ ചെയ്തിങ്ങനെ ജീവിക്കുകയാണ്. പക്ഷേ അപ്പൻ പിടിച്ച് അമ്മനെ എന്ത് പറ്റിയടാന്ന് ചോദിച്ച്. അത് പറഞ്ഞ് എൻ്റെ തൊണ്ടയിലൊരു മുഴയാണ് അപ്പാന്ന് പറഞ്ഞു. അപ്പോഴുടനെ എൻ്റെ അമ്മയെന്ന് വിളിച്ച് അപ്പൻ ഇങ്ങനെ തടഞ്ഞ് നോക്കിയപ്പോൾ മുഴയുണ്ട്. അപ്പനോടനെ എന്ത് ചെയ്യുന്നറിയാമോ? അമ്മയോടല്ല ഉടമ്പടി ഡോക്ടർ ആരാണ്? അമ്മയല്ലേ. അപ്പനുടനെ വിശ്വാസ പ്രമാണം ചൊല്ലി ഉടമ്പടി തൈലം എടുത്തിട്ട് ഇവരെ മുഴയിൽ കുരിശിടും. അപ്പം അമ്മ അവിടെ നിന്നോട്ട് കമൻ്റ് അടിക്കും, ഈ ആഭാസ നാടകം കൊണ്ട് പരിപാടി നടക്കത്തില്ല, കൊച്ചിനെ ആശുപത്രി കൊണ്ടുപോകാൻ പറയും. അമ്മ പറയണതാണ്. അവരിങ്ങനെ എരുതി നിൽക്കണേ. അപ്പം അപ്പനിങ്ങനെ കണ്ണ് കാണാതെ തൊണ്ട തപ്പിയെടുത്തിട്ട് ഉടമ്പടി തൈലം കൊണ്ട് വിശ്വാസ പ്രമാണം ചൊല്ലി കുരിശിടുമ്പോൾ അമ്മ അറിയിക്കുന്നുണ്ട് ഈ ആഭാസ നാടകം കൊണ്ട് കാര്യം നടക്കുന്നത്, കൊച്ചിനെ ആശുപത്രി കൊണ്ടുപോകാൻ പറയും. ആശുപത്രി കൊണ്ടുപോയി എവിടെ ചെന്ന് എത്തുമെന്ന് അറിയാൻ പറ്റില്ല. അത് അപ്പനെ അറിയാം, ഇത് എവിടെയും കണ്ടാൽ പോകണമെന്ന് നമുക്കറിയത്തില്ല. അത് കാരണം അത് ഒന്ന് അത്രയും സങ്കടപ്പെടാതെ കുരിശിട്ടിട്ട് പറയും നാളെ രാവിലെ ആകട്ടടി എന്ന് പറയും. നാളെ രാവിലെ ആകുമ്പോൾ കൊച്ചിനെ മുഴ കാണത്തില്ല. അപ്പൻ തപ്പി നോക്കുമ്പോൾ മുഴയില്ല. മുഴ ഉണ്ടാ മകനെ? ഇല്ലപ്പാ, എല്ലാ അമ്മ കളഞ്ഞെന്ന് പറയും. എന്നിട്ട് പറയും അവളെ വേദനിപ്പിക്കാതിരിക്കാൻ പറയുമ്പോഴേ വൈഫിനോട് ചോദിക്കും. അതാണ് സംഭവം. അവിടെ ശത്രുതയില്ല. വൈഫിനെ വേദനിപ്പിക്കാതിരിക്കാൻ പറയും, എടി എങ്ങനെയാണ് ഇനി ഞാൻ എന്താണ് ഇവനെയും കൊണ്ട് ആശുപത്രിയിൽ പോയി എന്താണ് പറയേണ്ടത്? മുഴയില്ലല്ല. അപ്പം അവർ മിണ്ടത്തില്ല. എന്താ കാര്യം? അവർക്ക് മനസ്സിലായി അമ്മ ഇടപെട്ടെന്ന്. ഇതാണ് വിശ്വാസ ജീവിതം എന്ന് പറയണത്. നിങ്ങളിങ്ങനെ കൊണ്ടുപോകുമ്പോൾ ഓരോ പാഠം കഴിയുമ്പോൾ നിങ്ങൾ ബലം പ്രാപിച്ചിരിക്കും. അതാണ് നമ്മൾ സങ്കീർത്തനം 89:17 വായിച്ചത്. ഒന്ന് വായിച്ചേ ശ്രുതിയുടെ ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ ആരാധന 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 ആരാധന. യേശുവേ നന്ദി മഹത്വം. ഹല്ലേലൂയ. അങ്ങയുടെ പ്രസാദം കൊണ്ടാണ് ഞങ്ങളുടെ കൊമ്പ് ഉയർന്നു നിൽക്കുന്നത്. അവർ ശക്തി പ്രാപിച്ചുകൊണ്ടിരിക്കുകയാണ്. ദൈവകൃപ കൊണ്ട് ശക്തി അനുദിവിശ്വമാണ് ശക്തി. ഓരോ പ്രഭാതത്തിലും
പുതിയ അഭിഷേകം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ആരാധന, ആരാധന, ആരാധന. യേശുവേ നന്ദി, മഹത്വം, 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 മഹത്വം. ഈ റിനി പറയണത് ഭയങ്കര രസമാണ്. റിനി ഇതുപോലെ, റിനി കളമശ്ശേരിയിലെ റിനിയുടെ സാക്ഷ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരാണ് പറഞ്ഞത്, കൃപാസനത്തിൻ്റെ ആധ്യാത്മിക അനുഭവങ്ങളെ കുറഞ്ഞ വാക്കിൽ ഞാൻ പറയാം, ഇതൊരു പാലമാണ് നിത്യതയിലേക്കുള്ള എന്ന് പറഞ്ഞ റിനി എന്താ അങ്ങനെ പറയാൻ കാര്യം. പിന്നെ റിനി പറഞ്ഞൊരു വാക്കുണ്ട്, ഇവിടെ വാക്കുകളെല്ലാം ഭയങ്കര ആഴമായ ധ്യാനങ്ങളുള്ള വാക്കുകളാണ്. പിന്നെ എന്താ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ, യുദ്ധത്തിന് കൃപാസന ഉടമ്പടി വസ്തുക്കളെ കുറിച്ചുള്ള പറയണത്, അത് യുദ്ധത്തിന് പോണ പട്ടാളക്കാരുടെ ആയുധം പോലെയാണ് എനിക്ക് ഉടമ്പടി വസ്തുക്കളെന്ന്. യുദ്ധത്തിന് പോണ പട്ടാളക്കാരുടെ ആയുധം പോലെയാണ് ഉടമ്പടി വസ്തുക്കൾ. അപ്പം ഞാനോർത്ത് ഇനി ഇവരെന്താ പറയാൻ പോണത്, ഇവർ ചുമ്മാ ഇങ്ങനെ അലങ്കാരികമായിട്ട് പറയണതാണ്, അല്ലെന്ന് പറയും. എന്നിട്ട് എന്ത് സംഭവം, ഇവർ പിന്നെ 6 കാര്യങ്ങൾ പറയും. അതിൽ ഒന്ന് എന്താ വെച്ചാൽ 30 വർഷത്തെ സ്കിൻ പ്രോബ്ലം ആയിരുന്നു. സ്കിൻ പ്രോബ്ലം ഈ റിനിക്ക് 30 വർഷമായിട്ട് നീണ്ടു നിന്ന സ്കിന്നിങ്ങനെ വരഞ്ഞ് പൊട്ടത്തില്ലേ, ആ രോഗം ഭയങ്കര ചൊറിച്ചിലും കടിയുമായിരിക്കും, ഒരു സമാധാനം കിട്ടത്തില്ല. അത് ഉടമ്പടി തൈലം ഉപ്പും കൂടി ചേർത്ത് പ്രാർത്ഥിച്ച് വിശ്വാസപ്രമാണം ചൊല്ലിയപ്പോൾ ആ പഴയ തൊലികളെല്ലാം വരണ്ട് ഉണങ്ങി വിണ്ടുകീറിയ ചൊറിച്ചിലുണ്ടാകുന്ന തൊലികളെല്ലാം മാറി, അത് സുഖപ്പെട്ടു. പിന്നെ റിനി പറയണത് 17 വർഷത്തെ പി സി ഒ ഡി രോഗം, അപ്പോൾ ഒക്കെ പിരീഡ്സ് ഉണ്ടാകത്തില്ല, പിന്നെ ശരീരം ചീർക്കൊക്കെ ചെയ്യും, പിന്നെ പല രോഗങ്ങളാണ്. അപ്പോൾ അത് ഉടമ്പടി തൈലം ഇവർ വയറ്റിൽ പെരട്ടി വിശ്വാസപ്രമാണം ചൊല്ലി. നിങ്ങളൊരു നിങ്ങളെന്താ ചെയ്യുന്നത്, ഈ റിനിയും അതുപോലെ തന്നെ സുധീർ കുമാറും ഒക്കെ ചെയ്യുന്ന കാര്യങ്ങൾ തന്നെ നിങ്ങൾ ചെയ്യണത് എന്തുകൊണ്ടാണ്? നിങ്ങൾക്ക് ഫീലിംഗ് ഇല്ലാത്ത കാരണം നിങ്ങൾ തലയിൽ എണ്ണ കുളിക്കാൻ വേണ്ടി തേക്കണവർ തേച്ചിട്ടാണ്. അതാണ് പ്രശ്നം. ഇതിങ്ങനെ അവിടെ ഇവിടെയൊക്കെ ഇരുന്നുകൊണ്ട് ഉറങ്ങി വല്ലതൊക്കെ കാണിച്ച് കൂട്ടുമ്പോഴാണ് ഇവരെല്ലാം ഇത് ചെയ്യണത്. ആ ആപ്ലിക്കേഷൻ മോഡ് കറക്റ്റായിരിക്കും. അവിടെ ദൈവ സാന്നിധ്യം മനസ്സിൽ ഓർത്ത് അമ്മ ഇവിടെ നിൽക്കുന്നുണ്ടെന്നുള്ള ബോധ്യത്തിൽ ഉടമ്പടി തൈലമല്ല സുഖപ്പെടുന്നത്, അമ്മയുടെ മധ്യസ്ഥമാണ് സുഖപ്പെടുത്തുന്നുള്ള ബോധത്തിലാണ് അവർ ചെയ്യണത്. അപ്പോൾ 17 വർഷം ഉണ്ടായിട്ടുള്ള പീരീഡ്സ് ഇല്ലാത്ത ആളാണ് ഉടമ്പടി തൈലം പുരട്ടിയപ്പോൾ അപ്പം തന്നെ പീരീഡ്സായി. ഇപ്പം എനിക്ക് 28-ാം പക്കം ഒരു കുഴപ്പവുമില്ലാതെ പീരീഡ്സ് ഉണ്ട്. അവരുടെ സ്ത്രീ അനുഭവങ്ങളാണ്. സ്ത്രീകൾക്കല്ലേ അതിൻ്റെ ബുദ്ധിമുട്ട് മനസ്സിലാകത്തുള്ളൂ. ഇപ്പോൾ എന്ത് വലിയ കാരുണ്യമാണ് അത് ദൈവം അവരോട് ചെയ്തതെന്ന് ആ രോഗമുള്ളവർക്ക് മനസ്സിലാകും. പിന്നെ അടുത്തവർ പറയുന്നത് 17 വർഷം എനിക്ക് അസിഡിറ്റി ആയിരുന്നു, ഒന്നും കഴിക്കാൻ പറ്റത്തില്ല. ഞാൻ എവിടെയെങ്കിലും പോകുമ്പോൾ ബിസ്ക്കറ്റും കൊണ്ടാണ് പോണത്. എന്താ കാര്യത്തിൽ വയർ അല്പം കഴിഞ്ഞാൽ അപ്പം തന്നെ പൊടിച്ച് തീട്ടാൻ തുടങ്ങും, ഛർദ്ദിക്കാൻ വരും, അസിഡിറ്റി കാരണം. അതും ഇപ്പം ഇല്ല. എനിക്കിപ്പോൾ എന്ത് ഭക്ഷണം കഴിക്കാം. വിശന്നുകൊണ്ട് ഞാൻ പണ്ടെനിക്ക് ഉപവസിക്കാൻ പറ്റുന്നില്ല, എനിക്ക് ഉപവസിച്ചാലും പ്രശ്നങ്ങളില്ലേ. അപ്പോൾ ഇതെല്ലാം അവരവരുടെ ജീവിതത്തിൽ അനുഭവിക്കുന്നതാണ്. പിന്നെ ഒരു അനുഭവം കൂടി അവർ പറയുന്നുണ്ട്, അതായത് മൈഗ്രെയിൻ, ആക്സോയിൽ. ഞാൻ ഗൾഫിൽ നിന്ന് എന്നെ കാണാൻ വരുമ്പോൾ എൻ്റെ കൂട്ടുകാരൊക്കെ വരുമ്പോൾ എന്ത് വേനോട് ചോദിക്കുമ്പോൾ ഒന്നും വേണ്ട, എനിക്ക് ആക്സോയിൽ മതി എന്നാണ് ഞാൻ പറയണത്. ഈ കോടാലി തൈലം നമ്മൾ സാധനമില്ലേ അവർ കൊണ്ടുവന്നെ. അപ്പോൾ അതിൻ്റെ കുപ്പികൾ ഇവിടെ വീട്ടിൽ കുറേ ഉണ്ട്. കാര്യം 17 വർഷമായിട്ട് മൈഗ്രെയിനാണ്, തലവേദനയാണ്. അപ്പോൾ അതും പെരട്ടിക്കൊണ്ടാണ് കിടക്കണത്. അപ്പോൾ ഈ സംഭവം ഇതെല്ലാം അങ്ങ് എടുത്തു മാറ്റി. അത് ആ പശ്ചാത്തലത്തിലാണ് റിനി പറയണത്, യുദ്ധത്തിന് പോണ പട്ടാളക്കാരുടെ ആയുധങ്ങൾ പോലെയാണ് ഉടമ്പടി നേർച്ച വസ്തുക്കൾ. അനുഭവത്തിൽ നിന്നാണ് അവർ പറയണത്. പക്ഷെ അത് അനുഭവിക്കുമ്പോൾ, അത് പ്രയോഗിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് കടുത്ത ദൈവസ്നേഹവും കടുത്ത പ്രത്യാശയും അതുപോലെ തന്നെ വിശ്വാസത്തിൻ്റെ അകത്ത് നമ്മൾ വിശ്വാസത്തിൻ്റെ പ്രവർത്തനങ്ങളെല്ലാം ഒക്കെ ആകും. ദൈവത്തിന് ഫസ്റ്റ് റെഫറൻസ് കൊടുക്കണം. നിങ്ങൾ നാട്ടുകാരെയും വീട്ടുകാരെയും എല്ലാം ബോധിപ്പിച്ച് അവസാനം ഉച്ഛിഷ്ടമാണ് ദൈവത്തിന് കൊടുക്കണം. പല ആൾക്കാരും അളിയനും വന്ന് നിരങ്ങിപ്പോയി, കൂട്ടുകാരും വന്ന് ഇറങ്ങിപ്പോയി, ഓരോരുത്തരുടെ അടിയന്തരം കഴിഞ്ഞ് മകളും വന്ന് പ്രസവിച്ചു പോയി, എല്ലാം ഇങ്ങനെ എല്ലാവരും വന്നു പോയി കയറി ഇറങ്ങി കഴിഞ്ഞിട്ട് ഉടമ്പടി ചെയ്യാൻ ജീവിക്കാം. വി ക്യാൻ ഡു ഇറ്റ്. മറിച്ച് ആരും വന്നില്ല, ആര് വന്നാലും പോയാലും എൻ്റെ കർത്താവിൻ്റെ കൂടെ ഞാൻ ആ വിശ്വാസം ആഘോഷിക്കും എന്ന് നിങ്ങൾ തീരുമാനമെടുത്താൽ ഉടമ്പടി നിന്ന് കത്താൻ തുടങ്ങും. ശ്രുതികട ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. മഹത്വം, മഹത്വം, ആരാധന, ആരാധന, ഹല്ലേലൂയ. ഓരോ പ്രഭാതത്തിലുമുള്ള അവിടുത്തെ സ്നേഹം പുതിയതാണെന്നുള്ള വലിയ അറിവിന് നന്ദി പറയുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ.
അവർ പറയണത് ഞാൻ പത്രം കൊടുക്കണത്, ഇനി പറയണത് ഞാൻ പത്രം കൊടുക്കണത് അമ്മയെക്കുറിച്ച് പറഞ്ഞ് മനസ്സിലാക്കിയിട്ടാണ് ഞാൻ പത്രം കൊടുക്കണമെന്നാണ് പറഞ്ഞത്. അല്ല ആരെയും നിൽക്കുമ്പോൾ അത് ഇങ്ങനെ കൊടുത്ത ആൾക്കാർ ഇങ്ങനെ കൊടുക്കുമല്ലോ, എന്നെ കണ്ടാ മിണ്ടല്ലെന്ന് പറഞ്ഞ് പത്രം മുഖത്ത് നോക്കാതെ കൊടുത്തിട്ട് അങ്ങനെയൊക്കെ ഒന്നും വർക്കൗട്ട് ചെയ്യത്തില്ല. നിങ്ങൾ ഒരു പത്രമെങ്കിലും അങ്ങനെ കൊടുത്താൽ 9 ബാക്കിയുള്ള പത്രങ്ങളെല്ലാം കൊടുക്കാത്ത പോലെയാവും. അത് അതാണ് അവർക്കെന്തെങ്ങനെ മനസ്സിലായി. അതാണ് ആത്മാർത്ഥത എന്ന് പറയണത്. അമ്മയെക്കുറിച്ച് പറഞ്ഞ് മനസ്സിലാക്കി എന്ന് വെച്ചാൽ അവർ പറഞ്ഞ കേട്ട് കഴിഞ്ഞാൽ അവർ ആ കേൾക്കുന്ന ആൾക്കാർക്ക് കൃപാസനത്തിൽ വരും. അങ്ങനെ വരണം. അതാണ് പ്രേക്ഷിത പ്രവർത്തനം എന്ന് പറയണത്. അത് ദൈവത്തിന് മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ ദൈവം വിട്ടു പോകത്തില്ല. എൻ്റെ മക്കളെ, ഞാൻ 65 വയസ്സുകൊണ്ട് എനിക്ക് 4 വയസ്സ് മുതൽ കർത്താവുമായിട്ട് ബന്ധമുള്ള ആളാണ്. എനിക്ക് മനസ്സിലായ ഒരു സത്യം എന്ന് പറയണത്, നമ്മളൊരു മണ്ടൻ ജീവികളാണ്. എന്താ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ദൈവത്തിന് ഇത്തിരി ആത്മാർത്ഥമായിട്ട് നമ്മൾ ദൈവത്തോട് ആത്മാർത്ഥത കാണിച്ചാൽ ദൈവം ഒരു 10 ഇരട്ടി നമ്മുടെ ആത്മാർത്ഥത കാണിക്കും. എനിക്ക് മനസ്സിലായിരിക്കുന്ന സംഭവം, നിങ്ങളിത് സീരിയസ് ആയിട്ട് എടുക്കുന്നുണ്ട്. അത് നിങ്ങളുടെ വിഷയം നടക്കാൻ വേണ്ടിയാണ് നിങ്ങൾ സീരിയസ് ആകണത്. മനസ്സിലായ? നിങ്ങൾ ഉടമ്പടി സീരിയസ് ആയിട്ട് എടുക്കണില്ല എന്ന് ഞാൻ പറയത്തില്ല. നിങ്ങൾ ഉടമ്പടി സീരിയസ് ആയിട്ട് എടുക്കുന്നുണ്ട്. പക്ഷേ എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ്? നിങ്ങൾ ഉടമ്പടി വെച്ച കാര്യങ്ങൾ ഇനി ഞാനിങ്ങനെ സീരിയസ് ആയില്ലെങ്കിൽ നടക്കാതെ പോയാലെന്ന് വിചാരിച്ചിട്ടാണ് നിങ്ങൾ ചെയ്യണത്. ദാറ്റ് ഇസ് റോങ്. മറ്റെന്താണ്? നിങ്ങൾ സീരിയസ് ആയിട്ട് എടുക്കണത്, ദൈവത്തിന് എൻ്റെ ജന്മം കൊണ്ട് ദൈവം ഒരു പ്രയോജനം ഉണ്ടാക്കാൻ എന്നെ തിരഞ്ഞെടുത്തിരിക്കുന്നു. അപ്പോൾ ദൈവത്തിന് വേണ്ടിയാണ് ഞാൻ ഉടമ്പടി എടുത്തിരിക്കുന്നത്, ദൈവത്തിന് വേണ്ടി ജീവിക്കാൻ. അവർ അങ്ങനെ തന്നെ അവർ പറയുകയാണ്. അതായത് റിനി പറയണത്, അമ്മയെക്കുറിച്ച് പറഞ്ഞ് മനസ്സിലാക്കുക, അതായത് ഉടമ്പടി ജീവിക്കുക എന്നതാണ് എനിക്ക് ഏറ്റവും വലിയ ജീവിത അഭിലാഷമെന്ന്. അല്ല എൻ്റെ കാര്യം നടക്കുകയെന്നല്ല. ഇതൊക്കെ എന്ത് പറച്ചിലാണ്, പത്രമാറ്റ് തങ്കം പറച്ചിലാണിത്. എന്താ കാര്യമാണ്? ഉടമ്പടി ജീവിക്കുക എന്നതാണ് എൻ്റെ ജീവിത അഭിലാഷം. അല്ല എൻ്റെ മകളെ കെട്ടിക്കുകയല്ല, വസ്തു മാറ്റുകയല്ല, കടം പരിഹരിക്കുകയല്ല. അതൊക്കെ എൻ്റെ ദൈവം ചെയ്തോളും. എൻ്റെ മുമ്പിലുള്ള ഓപ്ഷൻ എന്താണ്? ഉടമ്പടി ജീവിക്കുക എന്നുള്ളതാണ് എൻ്റെ ജീവിത അഭിലാഷം. കൈയടിച്ച് ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ. എല്ലാവരും എഴുന്നേക്കട്ടെ, ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ. എല്ലാവരും എഴുന്നേക്കട്ടെ, ശ്രദ്ധിക്കട്ടെ. നമ്മൾ രോഗസൗഖ്യ പ്രാർത്ഥനയിലേക്ക് പ്രവേശിക്കുകയാണ്. രോഗസൗഖ്യ പ്രാർത്ഥന മാത്രമല്ല, ജീവിത ദുരിതങ്ങൾ, ജീവിത തടസ്സങ്ങൾ, നിങ്ങൾ ഉടമ്പടിയിൽ നിക്ഷേപിച്ചിരിക്കുന്ന ഓരോ വിഷയങ്ങളുടെ മേലും ദൈവം തീരുമാനമുണ്ടാക്കുന്ന ഏറ്റവും ശുഭതർക്കമായ മുഹൂർത്തത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. ദൈവദൃശ്യനിധി സന്തോഷത്തോടെ, ആത്മാർത്ഥതയോടെ, ദൈവസ്നേഹത്തോടെ സ്തുതിക്കാം. ഹല്ലേലൂയ. 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 മഹത്വം, മഹത്വം, ആരാധന, ആരാധന. ഹല്ലേലൂയ. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ ആരാധന. ഹല്ലേലൂയ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും. ഒരു നിമിഷം മൗനമായി നിങ്ങളുടെ ജീവിത വിഷമങ്ങളും വേദനകളും, ഇപ്പോൾ നിങ്ങൾ അലട്ടുന്ന ജീവിത പ്രശ്നങ്ങളും, ഓൺലൈനിലുള്ളവരും ഇവിടെ ഉള്ളവരും ഇപ്പോൾ മനസ്സിലോർക്കുക. മാതാവ് ആ വിഷയം അതുപോലെ എടുത്ത് കർത്താവിൻ്റെ തിരുസന്നിധിയിൽ സമർപ്പിക്കാൻ പോകുന്ന സമയമാണ്. കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ നീ മഹത്വപ്പെടുത്തണമേ എന്ന് കണ്ണുനീരോടെ പ്രാർത്ഥിക്കുന്നു. ഈശോ 39 വർഷം ഞാൻ അർപ്പിച്ച കൃപാനയുടെ യോഗ്യതയാൽ ഈശോ കൃപാസ്ഥാനത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്തിലെ ഈ അൾത്തറയിൽ നടന്ന 10,000 ആരാധന ശക്തിയാൽ അങ്ങയുടെ അവകാശവും അങ്ങനെ ഓഹരിയുമാകുന്ന ജനങ്ങളുടെ മേലെ കർത്താവിൻ്റെ രക്തം തളിക്കപ്പെടട്ടെ. മാരക രോഗങ്ങൾ, തീരാവേദികൾ, ജീവിത ദുരിതങ്ങൾ യേശു ക്രിസ്തു നാമത്തെ മാറിപ്പോകട്ടെ. ശ്രുതികട്ടെ. ഹല്ലേലൂയ.
അരികിൽ വരേ സദയം തൊടേണേ സുഖമായി എൻ്റെ മക്കളെ, ഇത് മാതാവ് പ്രത്യക്ഷപ്പെട്ട പുണ്യഭൂമിയാണ്. 10,000 സുഖപ്പെടുത്തപ്പെട്ട ദൈവാനുഭവം പ്രാപിച്ച് ജീവിതം വീണ്ടെടുത്ത സ്ഥലത്തിലേക്ക് ദൈവം ഈ കണ്ണീരിൻ്റെ കാലത്ത് ദൈവപൈതലെ നിന്നെ കൊണ്ടുവന്നിരിക്കുന്നത് നിന്റെ ആഗ്രഹത്തെക്കാൾ ഉപരി ദൈവത്തിൻ്റെ ആകർഷണമാണ്. കൈയടിക്കട്ടെ, ശ്രുതിക്കട്ടെ. കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവെ, സഭയിലുള്ള സാന്നിധ്യം ദൃഢമാക്കണമേ. അമ്മേ, പരിശുദ്ധമേ, ദേവമാതാവേ, ഓരോ മകൻ്റെ പേരും മകന് വേണ്ടി മധ്യസ്ഥം വഹിക്കണമേ. കർത്താവിൻ്റെ കരുണ, കർത്താവിൻ്റെ ശക്തി, കർത്താവിൻ്റെ തിരുമുറിവാർന്ന അനുഗ്രഹത്തിൻ്റെ ആണിപ്പെടുത്താറുന്ന അത്ഭുത കരം, അടിപ്പിണർ പോലെ വൈദാഘാതം പോലെ ദൈവികമായ ശക്തി നിങ്ങളിലേക്ക് ആവശ്യിക്കട്ടെ. മാർഗ രോഗങ്ങൾ, തീരാവേദികൾ, ഈ ദുരിതങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ മാറിപ്പോകട്ടെ. ശ്രുതികട പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് മക്കളെ, ജോലി ഇല്ലാത്തവരുണ്ട്, നടത്തിക്കൊണ്ടിരിക്കുന്ന വരുമാന മാർഗം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നവരുണ്ട്, ചില കടകാമ്പോളങ്ങളും ബിസിനസ് സ്ഥാപനങ്ങളും മുങ്ങി പോകുന്നവരുണ്ട്. അത് ഉയർത്തിപ്പിടിക്കാൻ വേണ്ടി അവർ വെള്ളം കുടിക്കുന്ന അവസ്ഥയുണ്ട്. കർത്താവേ, ഞങ്ങളുടെ ജീവിതം തീർന്നു പോകുന്നവർക്ക് കണ്ണീരോടെ അവസാനത്തെ പിടിവള്ളി പോലെ പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥ അഭയം തേടിയ മക്കളുടെ മേൽ ദൈവത്തിന്റെ കരുണ ജ്വലിക്കട്ടെ. കർത്താവിന്റെ ഉന്നതമായ നാമത്തിൽ സ്വസ്ഥം ചെയ്യുന്നു. വിവാഹം ഒത്തുവരാത്ത മക്കള് 50 വയസ്സായിട്ടും 40 വയസ്സായിട്ടും 30 വയസ്സായിട്ടും വിവാഹം ഒത്തുവരാത്ത പുരുഷന്മാരെയും സ്ത്രീകളെയും അവിടെ കണ്ണുനീര് അങ്ങയുടെ തിരുസന്നിധിയിൽ കർത്താവെ ഞാൻ സമർപ്പിക്കുന്നു. ഈശോയെ, അവരെ ഏറ്റെടുക്കണം. മക്കളില്ലാത്തവർ ഒരു കുഞ്ഞെങ്കിലും ഉണ്ടായാൽ മതിയെന്ന് വിചാരിച്ചുകൊണ്ട് അത് ദൈവത്തിന് വേണേൽ കൊടുത്തേക്കാം, എനിക്കൊന്ന് പ്രസവിച്ചാൽ മതിയെന്ന് വിചാരിച്ചുകൊണ്ട് അത്രയും മാനസഹജമായ വേദന അനുഭവിക്കുന്നവരുണ്ട്. അമ്മേ, അവരൊന്നും കണ്ണുനീരോടെ അവരെ വെറും കൈയോടെ വിടരുത്. അമ്മേ, അവരെ സ്പർശിക്കണം. എത്രയോ മക്കൾക്ക് അമ്മ ദാനം നൽകിയതാണ്. വീടില്ലാത്തവർ, കിടക്കാൻ ഇടമില്ലാത്തവർ, കയറ്റി കിടക്കാൻ ആളില്ലാത്തവർ, ബന്ധുക്കളില്ലാത്ത, സ്വന്തമില്ലാത്തവർ, ദൈവമേ എല്ലാം ഞങ്ങളെ കൈവിട്ടെന്ന് ഓർത്തുകൊണ്ട് വേദനപ്പെടുന്ന പ്രാർത്ഥിക്കുന്നവരുടെ മേലെ ദൈവത്തിന്റെ കരുണ ചൊരിയട്ടെ. ഓരോ റിസൾട്ടുകൾ പ്രതീക്ഷിക്കുന്നവരുണ്ട്, ഓരോ പരീക്ഷാ ഫലങ്ങൾ പ്രതീക്ഷിക്കുന്നവരുണ്ട്, ഓരോ തരത്തിലുള്ള ഇൻ്റർവ്യൂവിൻ്റെ ടെസ്റ്റുകൾ പരീക്ഷിക്കുന്നവരുണ്ട്, ഓരോ നല്ല കാര്യങ്ങൾ കണ്ണുനീരിനെ പ്രതീക്ഷിക്കുന്ന ആ ഒറ്റ ആശ്രയത്തിൽ മാത്രം അവർ അവലംബം വെച്ച് നിൽക്കുകയാണ്. അമ്മ അവരെ ഇച്ഛാഭംഗത്തോടെ വേദനിക്കാൻ അനുവദിക്കരുത്, പിന്തിരെ അനുവദിക്കരുത്. അവർക്ക് വേറെ ആരുമില്ല, മുമ്പിൽ നീ മാത്രമേ ഉള്ളൂ, അവർക്ക് സപ്പോർട്ട് ചെയ്യാൻ ആരുമില്ല. അങ്ങനെയുള്ളവർ അവസാനത്തെ അവസ്ഥയിൽ വിഷമിക്കുന്നവരുടെ മേൽ ദൈവത്തിൻ്റെ കാരുണ്യം കൃപാസനം ആൾത്താരെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥത്തില് യേശു നാമത്തില് നിന്റെ കണ്ണുനീരുകള്, നിന്റെ പ്രാർത്ഥനകള് ദൈവത്തിന്റെ നാമത്തില് ഉത്തരങ്ങൾ ലഭിക്കുന്നവരെ പ്രാർത്ഥിക്കുന്നു. ശ്രുതികട്ടെ. ഹല്ലേലൂയ. സദയം തൊടേണേ സുഖമായി. മക്കളെ ഓർത്ത് വേദനിക്കുന്നവരെ, മക്കളുടെ ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കുന്നത്, മക്കളുടെ അന്യ വ്യക്തികളെ പ്രണയിക്കുന്ന മൂലം കുടുംബത്തിനുണ്ടാകുന്ന ദുരിതങ്ങൾ, കുടുംബം നേടിയെടുത്ത് ആശിച്ചതെല്ലാം തകർന്നുകൊണ്ട് മക്കൾ തകർത്ത് കളയുന്ന മക്കൾ, അവരോർത്ത് ചങ്ക് പൊടിയുന്ന മാതാപിതാക്കന്മാർക്ക് ദൈവം പരിശുദ്ധ അമ്മയിലൂടെ ഉത്തരം നൽകട്ടെ. ശ്രുതികട്ടെ. ഹല്ലേലൂയ.
വിസ ലഭിക്കാത്തവരും ലഭിച്ച വിസ പുതുക്കി കിട്ടാതെ വേദനിക്കുന്നവരും വീടും സ്ഥലവും പണയം വെച്ച് പോയിട്ട് അവർക്ക് അവസാനം ഓരോരുത്തരും എത്താതെ തിരികെ പോരാൻ പോകുമ്പോൾ നാട്ടിൽ വന്ന കടം കയറി മുടിയുമ്പോൾ ഞങ്ങൾ എന്ത് ചെയ്യുന്നു വെച്ചാൽ അങ്കലാക്കപ്പെടുന്നവരെല്ലാം കർത്താവിൻ്റെ കരുണ കൃപാസ്ഥാനത്താരെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥ നിങ്ങൾക്ക് തുണയാകുകയും നാളെ നിങ്ങൾ ദൈവത്തിൻ്റെ മുമ്പിൽ കൃപാസ്ഥാനത്താരെ സാക്ഷിയായി ദൈവം നിങ്ങളെ ഉയർത്തുകയും ചെയ്യട്ടെ. ശ്രുതികട ഹല്ലേലൂയ. ഹല്ലേലൂയ, ഹല്ലേലൂയ. മഹത്വം, മഹത്വം. ആരാധന, ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ ആരാധന. ദൈവമേ നന്ദി. ദൈവമേ മഹത്വം. ദൈവമേ ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. മഹത്വം, ആരാധന, ആരാധന. കർത്താവേ, ജീവിത പരാജയം, തൊഴിൽ പരാജയം, കാർഷിക വൃത്തി, മത്സ്യത്തൊഴിലാളി മേഖലകളിൽ ഉണ്ടായിട്ടുള്ള തകർച്ചകൾ എല്ലാ മേഖലകളെയും കർത്താവെ അങ്ങ് ഏറ്റെടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. എന്തിനെല്ലാം വേണ്ടി പ്രശ്നത്തിൽ ക്യാൻസർ വന്നിരിക്കുന്ന വ്യക്തിയെ കർത്താവ് ഈ നിമിഷം സുഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന സന്ദേശം ഇംഗ്ലീഷ് അക്ഷരം കെ എന്ന് മാത്രം കാണിക്കുന്നു. എനിക്ക് അതിൻ്റെ വിശദീകരണങ്ങൾ ഒന്നും അറിയത്തില്ല. പക്ഷെ കെ എന്ന പേരിൽ തുടങ്ങുന്ന വ്യക്തികളും കെ എന്ന വിഷയത്തിൽ തൊഴുന്ന മറ്റ് അതുമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങൾ, ജോലികൾ, എന്തായാലും ആ മേഖലയിലും ദൈവത്തിൻ്റെ ചൈതന്യം നിറഞ്ഞു നിൽക്കുന്ന തടസ്സങ്ങൾ മാറുന്ന ശ്രുതികട ഹല്ലേലൂയ. വെള്ളപ്പൊക്കിൻ്റെ അസുഖം, ഡിസ്ചാർജിൻ്റെ വ്യത്യസ്തങ്ങളായ ഡിസ്ചാർജിൻ്റെ അസുഖങ്ങൾ, ഓരോരോ ശരീരത്തിൻ്റെ യന്ത്രങ്ങളിൽ നിന്നുണ്ടാകുന്ന ഡിസ്ചാർജുകൾ കർത്താവ് സുഖപ്പെടുന്നതായിട്ട് കാണിക്കുന്ന ശ്രുതികട ഹല്ലേലൂയ. ഇടത് കൈപ്പടത്തെ കർത്താവ് കാണിക്കുന്നുണ്ട്. 2 പ്രാവശ്യം മെസ്സേജ് വരുന്നു. പക്ഷേ ഇപ്പോഴൊരു സിസ്റ്റുള്ള വ്യക്തികളെയും കാണിക്കുന്നുണ്ട്. സിസ്റ്റ് ഇടത് കൈപ്പടത്തിൽ ശോഷിച്ചു പോണതോ എന്തോ രോഗമാണെന്ന് അറിയത്തില്ല. ആ കർത്താവിനെ സുഖപ്പെടുത്തുന്നുണ്ട്. അതുപോലെ തന്നെ സിസ്റ്റുകളുള്ളവർ സിസ്റ്റുള്ള സ്ഥലത്ത് കൈവെക്കണം. ചിലപ്പോൾ തലയിലാകാം, തൊണ്ടയിലാകാം, ഗർഭപാത്രത്തിലാകാം, എവിടെയാണോ കുടലിലാകാം, എവിടെയാണോ സിസ്റ്റുള്ളത് അവിടെ വെച്ചുകൊണ്ട് നിങ്ങൾ ശ്രുതിക്കട്ടെ. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ, സഭയുടെ അധികാരത്തിൽ, കുരിശിൻ്റെ അടയാളത്തിൽ ദൈവശക്തിയായ മാരക രോഗങ്ങൾ, തീരവ്യാധികൾ യേശു നാമത്തിൽ മാറിപ്പോകട്ടെ. ശ്രുതികട ഹല്ലേലൂയ. എല്ലാവരും മുട്ടേദിക്കുക. മൗനമായി പ്രാർത്ഥിക്കേണ്ട സമയമാണ്. ഉള്ളുരുകി മൗനമായി പ്രാർത്ഥിക്കുക. എന്തിനു വേണ്ടിയാണ് നിങ്ങളിവിടെ വന്നത്? നിങ്ങൾ വന്നതല്ല, കർത്താവ് നിങ്ങളെ വരുത്തിയതാണ്. എന്നാൽ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കാൻ തീരുമാനിച്ചിരിക്കുന്നു. അതുകൊണ്ട് മൗനമായി ഉള്ളുരുകി പ്രാർത്ഥിക്കുക. അതിൻ്റെ മധ്യസ്ഥ ഈശോയോട് പ്രാർത്ഥിക്കുക.
നമുക്ക് സമാപന ആശീർവാദം എടുക്കാം. മുട്ടേ നിൽക്കുക. ശിരസ് നമിച്ച് ദിവ്യകാരുണ്യനാഥന്റെ ആശീർവാദം സ്വീകരിക്കും. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്ക് ആരാധന. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും പരിശുദ്ധ പരമ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്ക് ആരാധന. ആവേ 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 മരിയ, ആവേ ആവേ ആവേ